യോഗ്യതയില്ലാത്തവരെ യോഗ്യരാക്കുന്നവരാണ് ദൈവം. ആരാ ഇതിന് മാത്രം യോഗ്യത ഉള്ളവര്? ആരാ ഇതിന് മാത്രം എല്ലാം തികഞ്ഞവര്? ചിന്തിച്ചു നോക്ക്. ദൈവഭക്തനായ ഒരു നല്ല പ്രവാചകന് അനുഗ്രഹം വിളമ്പിക്കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് അപ്പുറത്തെ വലിയ പുണ്യവാളനെയൊന്നുമല്ല, അപ്പുറത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ വലിയ പുള്ളീനെയല്ല, കാക്കേനെയാ തെരഞ്ഞെടുത്തത്. എന്തിനാ ദൈവം കാക്കേനെ തെരഞ്ഞെടുത്തത്? വലിയ പുള്ളികളില്ലായിരുന്നോ? വലിയ പുള്ളികളില്ലായിരുന്നു. ഈ ഒറ്റ പക്ഷേ ആ പഞ്ചായത്തിലുണ്ടായിരുന്നുള്ളൂ. കാണാൻ കൊള്ളുന്ന, വൃത്തിയുള്ള, അഴകുള്ള എത്ര നല്ല പക്ഷികൾ ആ മരത്തെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്തിനാ ദൈവം ഈ ചീഞ്ഞതിനെ കൊത്തി വലിക്കുന്ന ഈ പക്ഷീനെ ദൈവം തിരഞ്ഞെടുത്തത്? ചിന്തിക്കണ്ടേ? അയാൾ ആരാന്ന് എനിക്ക് നന്നായിട്ടറിയാം. 15 വർഷം അയാളുടെ വീടിൻ്റെ അടുത്താണ് ഞാൻ താമസിച്ചത്. അയാളുടെ ചരിത്രമൊന്നും എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കല്ലേ. നമ്മൾ പറയുന്നൊരു വാക്കല്ലേ, എന്നെ കൊണ്ടൊന്നും കുറെ പറയിപ്പിക്കല്ലേ. അയാൾ ആരാ പ്രാർത്ഥിക്കാൻ? അയാൾ എന്നാ ഈ വലിയ പുള്ളി ആയത്? അയാൾ എന്നാ ഈ ഭക്തിമാർഗം? അയാൾ എന്നും ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ നമ്മൾ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവൻ്റെ കയ്യിലായിരിക്കും എനിക്കുള്ളൊരു അനുഗ്രഹത്തെ ദൈവം വച്ചേക്കുന്നു. നമ്മൾ ചിന്തിക്കണം. ഈ പക്ഷിയുടെ ചുണ്ടിലാ ദൈവം അപ്പവും ഇറച്ചിയും കൊടുത്തത്. വിലപ്പെട്ടതൊക്കെ ദൈവം പ്രാർത്ഥിക്കുന്ന നമ്മളിലേക്ക് കൈമാറി തരുന്ന സമയമാണിത്. വിലയുള്ളതിനൊക്കെയും വില കൊടുക്കുമ്പോൾ വിലപ്പെട്ട നന്മകൾ ദൈവം നമുക്ക് തരും. നമുക്കിപ്പോൾ വേണ്ടത് മങ്ങിയ ഒരു ദർശനമല്ല, വെട്ടിത്തിളങ്ങുന്ന ഒരു പാത്രം പോലെ തെളിഞ്ഞ ദർശനമാണ് നമുക്ക് വേണ്ടത്. ഒരു ദൈവഭക്തൻ്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ പാത്രം ദൈവം മൂടി വയ്ക്കാറില്ല. ആ മൂടി ദൈവം തുറക്കും. നമ്മുടെ വീടുകളിലൊക്കെ ചിലരൊക്കെ വരുമ്പോൾ, ആളുകൾ വരുമ്പോൾ, നമ്മൾ അടുക്കളയിൽ പാകം ചെയ്ത ഭക്ഷണം, മൂടി വച്ചിരിക്കുന്ന ഭക്ഷണം, അതിൻ്റെ മൂടി തുറന്ന് അത് വിളമ്പുന്നത് പോലെ ദൈവഭക്തരായ ആളുകൾ ഈ പ്രതികൂല കാലാവസ്ഥയിലും വീട്ടിലിരിക്കാമായിരുന്നു, നനഞ്ഞും വാഹനം ഓടിച്ചുമൊക്കെ വരേണ്ട കാര്യമില്ലായിരുന്നു. എങ്കിൽ പോലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു, ദൈവം തൻ്റെ അനുഗ്രഹത്തിൻ്റെ പാത്രത്തെ ഒരു ദൈവഭക്തൻ്റെ മുമ്പിൽ മൂടി വയ്ക്കുകയില്ല. അതിൻ്റെ മൂടി തുറന്ന് അത് നമ്മളിലേക്ക് ഒരു ദൈവഭക്തൻ അത് വിളമ്പും. അതൊരു മഹത്തായ കാര്യമാണ്. അത് നടക്കുന്ന സമയമാണിത്. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ ഒരു സമയവും സാഹചര്യവുമാണ്. ദൈവത്തിൻ്റെ വചനത്തിനകത്ത് അത്ഭുതങ്ങളുണ്ടെന്നും അടയാളങ്ങളുണ്ടെന്നും ലോകത്തെ വിളിച്ചറിയിക്കുന്ന ശുശ്രൂഷയാണിത്. ദൈവവചനത്തിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും സൗഖ്യവുമുണ്ടെന്ന് ലോകത്തെ വിളിച്ചറിയിക്കാൻ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും അതെത്തുവാൻ ദൈവം തെരഞ്ഞെടുത്ത ഒരു ശുശ്രൂഷയാണിത്. നമുക്ക് നല്ല ദൈവത്തോട് നന്ദി പറയാം. ഈ സമയത്തെ ആയുസ്സിനെ, ആരോഗ്യത്തെയൊക്കെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഇന്ന് ഈ ആലയത്തിൽ വന്നപ്പോൾ പ്രാർത്ഥനയോടെ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളും ഓരോന്നായി സാധിച്ചു കിട്ടുമെന്നൊന്ന് വിശ്വസിച്ച്, ഞാൻ സമർപ്പിച്ച നിയോഗങ്ങൾ ഓരോന്നായി സാധിച്ചു കിട്ടും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടായി വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നത്. ആശ്വാസം നീയേ, ആശ്രയം നീയേ. നമ്മളത് വിശ്വസിച്ചാണ് ഇവിടെ നിൽക്കുന്നത്. ഒന്നും കണ്ണുകളെ അടച്ച് വിശ്വാസത്തോടെ പറഞ്ഞ്, ഞാൻ എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ ഓരോന്നായി
സാധിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഈ വചനം കേൾക്കാൻ ഒരുങ്ങുവാൻ, ഈ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജൂൺ മാസം 1-ാം തീയതി മുതൽ, അതായത് ഞായറാഴ്ച മുതൽ, ഒരു വയസ്സ് തുടങ്ങി അല്ല, ഗർഭസ്ഥ ശിശുക്കളെ തുടങ്ങി ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു മാസമാണ്. ദൈവം തൻ്റെ അനുഗ്രഹത്തെ അതിൻ്റെ മൂടി മാറ്റി, ആ പാത്രത്തിൻ്റെ മൂടി മാറ്റി അനുഗ്രഹത്തെ കർത്താവെ അങ്ങ് വിളമ്പുന്ന സമയമാണ്. ഞാനും നിങ്ങളുമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ വിളമ്പുകാരാണ്. നമ്മളെ ആ ദൈവം ചിലതൊക്കെ വിളമ്പിക്കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ കൃപയെ വിളമ്പി കൊടുക്കേണ്ടവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ ശക്തിയെ വിളമ്പി കൊടുക്കുന്നവരാണ്. കണ്ണുകളെ അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഇന്നുവരെ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഓരോ വ്യക്തികളെയും, ഇന്നുവരെ ഈ ആലയത്തിൽ നിയോഗം സമർപ്പിച്ചിട്ടുള്ളവരെ, കൽക്കുരിശിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചവർ, എഴുതി പ്രാർത്ഥിച്ചവർ, നിയോഗം എഴുതി കൊടുത്തവർ, പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചവർ, ഓരോന്നോരോന്നായി അവരുടെ ആവശ്യങ്ങളെ സാധിച്ചു കൊടുക്കണമേ. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കിട്ടണമേ. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമേ. ഹല്ലേലൂയ, 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 ആമേൻ. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇണയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. കണ്ണുകളെ അടച്ച് പറയുമ്പോൾ ഓർക്കുക, എനിക്ക് ദൈവത്തോടുള്ള ബന്ധം ഒരിക്കലും അത് രഹസ്യമായിരിക്കുകയില്ല, അത് പരസ്യമായി മാറും. എന്താണെന്ന് മനസ്സിലായോ? എനിക്ക് ദൈവത്തോടുള്ള ബന്ധം അത് രഹസ്യമായിരിക്കുകയില്ല, അത് രഹസ്യത്തിലുള്ള ഒരാത്മബന്ധമാണേലും ദൈവം പരസ്യമായി നിന്നെ അനുഗ്രഹിച്ച് ആ ബന്ധത്തെ പരസ്യമാക്കും. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ നിനക്കൊരു കൃപ തന്ന്, നിന്റെ മേലൊരു അനുഗ്രഹത്തെ തന്ന്, നിന്റെ കാര്യങ്ങളെ ദൈവം അത്ഭുതമാക്കി മാറ്റി. നീയും ദൈവവും തമ്മിലുള്ള ബന്ധം അത് രഹസ്യമായ ഒരു ഹൃദയ ബന്ധമാണേലും ദൈവം അതിനെ പരസ്യമാക്കും. അതാണ് പറയുന്ന ഓരോ സാക്ഷ്യങ്ങളും. പരിശുദ്ധാത്മാവേ, ഇന്ന് കേൾക്കുന്ന വചനം എനിക്കൊന്ന് മനസ്സിലാക്കാൻ ഒരു നല്ല കൃപ തരണമേ. ഈ വചനം മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ഈ വചനത്തെ എനിക്ക് ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സെനിക്ക് തരണമേ. ഈ വചനം കേൾക്കുമ്പോൾ മൈലുകൾക്കപ്പുറമുള്ള എൻ്റെ വീട് കൂടെ ആ കൂട്ടത്തിൽ അനുഗ്രഹിക്കപ്പെടണമേ. എൻ്റെ പ്രിയപ്പെട്ടവർ ആ രാജ്യത്താണ്, എൻ്റെ പ്രിയപ്പെട്ടവർ ഇന്ന സ്ഥലത്താണ്. അവരും കൂടെ ഈ വചനം കേൾക്കുന്ന ഈ സമയം എന്നിലൂടെ അവരും അനുഗ്രഹിക്കപ്പെടണമേ. ഈ ജനത്തെ ഈ ശുശ്രൂഷയിലൂടെ അനുഗ്രഹിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്നെ കൂടി അങ്ങ് അനുഗ്രഹിക്കണമേ. ആ കൂട്ടത്തിൽ ഈ ശുശ്രൂഷകളെ കൂടി അങ്ങ് അനുഗ്രഹിക്കണമേ. ആമേൻ. ഇരിക്കാമോ? ഹല്ലേലൂയ. ഈ മാസത്തിൻ്റെ ഏറ്റവും അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. അടുത്ത മാസം ആദ്യ വെള്ളിയാഴ്ചയാണ് അടുത്ത വെള്ളിയാഴ്ച. ഇന്ന് ഈ ആലയത്തിൽ മഴയായിരുന്നെങ്കിൽ കൂടി, പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ കൂടി, ഒത്തിരി ആളുകൾ ദാഹത്തോടും പ്രാർത്ഥനയോടും കൂടെ വന്നു. ഇന്ന് നിങ്ങളിരിക്കുന്ന ഈ ആലയത്തിൽ വെളുപ്പിന്
4:30 ഞാൻ വരുമ്പോൾ ഒരുപാട് ആളുകൾ ഇതിനകത്തുണ്ടായിരുന്നു. ഇന്നിവിടെ ആലയത്തിൽ ശുശ്രൂഷകൾ ആരംഭിച്ചത് വെളുപ്പിന് 4:30 നല്ല മഴയായിരുന്നു. എങ്കിലും ഇന്ന് ഒരുപാട് പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ വചനത്തെ കൊടുക്കാനും അത് വിളമ്പാനും ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ബുധനാഴ്ച വരെ ഒരുങ്ങുന്ന വചനമാണ് ഒരു വെള്ളിയാഴ്ചത്തെ വചന ശുശ്രൂഷയായി മാറുന്നത്. നാളെ മുതൽ ഒരുങ്ങുന്ന ശുശ്രൂഷയാണ് അടുത്ത വെള്ളിയാഴ്ചത്തെ വചനമായി മാറുന്നത്. അതിനുവേണ്ടി ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ 5 ദിവസം ഒരുങ്ങിയ വാക്കുകളും ഒരുങ്ങിയ പ്രാർത്ഥിച്ച് കിട്ടിയ വചനങ്ങളും ഒക്കെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. എല്ലാം പറയേണ്ടതൊക്കെയും ഇങ്ങനെയൊരു ഡയറിയിൽ കുറിച്ചു വയ്ക്കാറുണ്ട്. അതെല്ലാം പ്ലാൻ ചെയ്താണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു ദൈവഭക്തൻ്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ പാത്രം ദൈവം മൂടി വയ്ക്കുകയില്ല. ആ മൂടി മാറ്റി അത് അവന് വിളമ്പാൻ തുടങ്ങും. അത് വിളമ്പാൻ ദൈവം ചിലരെയൊക്കെയാണ് ഉപയോഗിക്കുക, പ്രയോജനപ്പെടുത്തുക. ഹല്ലേലൂയ. ഇന്ന് ത്യാഗം സഹിച്ച് ഇവിടെ ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും ഓർക്കും. എല്ലാ അമ്മമാർ, അപ്പച്ചന്മാർ, യുവതി, യുവാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. നമുക്ക് ഏറ്റവും പേടിയുള്ളൊരു വാക്കുണ്ട്. മലയാളത്തിൽ ആ വാക്കിതാണ് വേദന. ഇംഗ്ലീഷിൽ അതിന് പെയിൻ എന്ന് പറയും. 4 വാക്ക് അക്ഷരങ്ങളേ ഉള്ളൂ. PAIN. ഇതെങ്ങനെയേലും ഒന്ന് കുറയ്ക്കാനാണ് നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട്. ഈയിടയ്ക്ക് ഒരാൾ പറയുന്നത് കേട്ടു, ഇത്രയും കനവുള്ള ഒരു പുസ്തകം, ഇത്രയും കനവുള്ള പുസ്തകം, അതിൻ്റെ ഹെഡിങ് പെയിൻ എന്നാണ്. വേദന. നമ്മളിവിടെ വന്നത് എന്തിനാണ്? എൻ്റെ വേദനകൾ ആരോടെങ്കിലും ഒന്ന് പറയണം. ആരോടും വേദന പറയാതായവരാണ്, പറയാൻ പറ്റാതെ വന്നവരാ ചിലർ ആത്മഹത്യ ചെയ്തവർ. അവർക്ക് അവരുടെ വേദനയൊന്ന്, അതല്ലേ നിങ്ങൾ ചില ആത്മഹത്യകളൊക്കെ നടന്നപ്പോൾ ആ ശവോടക്കിൻ്റെ സമയത്ത് ചുറ്റും നിൽക്കുന്ന ആളുകൾ പറയുന്നത് കേട്ടതിങ്ങനെയാണ് ചാനലിലൂടെ, നിനക്കിത് ഞങ്ങളോടൊക്കെ ഒന്ന് പറയത്തില്ലായിരുന്നോ കൊച്ചേ, നിനക്ക് ഞങ്ങളോടിത് പറയത്തില്ലായിരുന്നോ? നമ്മുടെ വേദന ഒരാളോടെങ്കിലും തുറന്നു പറയാനുണ്ടോ? നമ്മൾ രക്ഷപ്പെട്ടു. നമ്മുടെ വേദന ആരോടും തുറന്നു പറയാതിരുന്നാൽ അവസാനം നമ്മുടെ കയ്യിൽ നിന്ന് പോവും. ചിലപ്പോൾ നമ്മൾ പൊട്ടിപ്പോകും. വേദന അധികമാകുന്നവർക്കാണ് ഡിപ്രഷൻ പോലുള്ള അസുഖങ്ങൾ വരുന്നത്. നമ്മളെയൊക്കെ ദൈവം ഇവിടെ നിർത്തിയിരിക്കുന്നത് വേദനയ്ക്ക് ആശ്വാസമാകാനാണ്. വേദന കൊടുക്കുന്നത് തൊഴിലാക്കിയവരുണ്ട്. അവരെപ്പോഴും വേദന കൊടുത്തോണ്ടേയിരിക്കും. സമൂഹത്തിലായാലും നാട്ടിലായാലും പള്ളിയിലായാലും എവിടെയായാലും അവിടെ എന്തേലും പറഞ്ഞ് എന്തേലും വേദന ഉണ്ടാക്കും. വേദന കൊടുക്കുന്നത് നമ്മുടെ തൊഴിലാകാതിരിക്കട്ടെ. നമ്മൾ വേദനയ്ക്ക് ആശ്വാസം കൊടുക്കേണ്ടവരാണ്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും. അതൊരു ചിരിയിലൂടെയാകും, ഒരു പാട്ടിലൂടെയാകും, ഒരു പ്രസംഗത്തിലൂടെയാകും. അതിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് ആശ്വസിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വേദനകൾ തുറന്നു പറയാൻ ഒരു സ്ഥലമുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചില മനുഷ്യരുണ്ട്. പിശാചിന് പോലും നിങ്ങളെ തകർക്കാൻ പറ്റില്ല. പിശാച് നമ്മളെ കൊല്ലാൻ നോക്കും, ചിലപ്പോൾ തകർക്കാൻ നോക്കും. പക്ഷെ ദൈവം നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കും, പൊതിഞ്ഞു സൂക്ഷിക്കും.
ഇന്നലകൾ തന്ന വേദനകൾ അത് ആരിലൂടെ ആകട്ടെ, എവിടെ നിന്നുമാകട്ടെ, അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ആ കണ്ണുകളെ നിങ്ങളൊന്ന് അടച്ച് വേദനകളെ ദൈവത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പാട്ടിൻ്റെ വരികളൊന്ന് ശ്രദ്ധിച്ച്. ഇന്നലകൾ തന്ന വേദനകൾ, അടുത്ത വാക്ക് നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല. എന്തോ ഒരു നന്മയ്ക്കായിരുന്നു എന്നാ പാടുന്നത്. ഇന്നലകൾ തന്ന വേദനകൾ, നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. പിന്നെയോ നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ഒരു പ്രാവശ്യം കൂടെ പാടിയേ. നിൻ സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം എന്ന് പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ വചനത്തിലൂടെ ഇന്ന് പ്രാർത്ഥിക്കാനും പറയാനും ഒക്കെ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പറയാൻ പോകുന്ന വചനത്തിലൂടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും. ദൈവം ഇടപെടുന്ന സമയമാണിത്. ഞാൻ ഇന്നലെ ബൈബിൾ വായിച്ചപ്പോൾ ബൈബിളിലെ ഒരു ഭാഗമാണ് പാപിനിയായ സ്ത്രീയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ആ വ്യക്തിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. പക്ഷേ ഇപ്പോൾ താമസിക്കുന്നത് ഭർത്താവല്ലാത്തൊരാളുടെ കൂടെയാണ്. പക്ഷെ ആ സ്ത്രീയും യേശുവിനോട് കുറേ നേരം സംസാരിച്ചു. ആ സ്ത്രീക്ക് പോലും ആ ഭാഗ്യം കിട്ടി. നിനക്കെത്ര അഴുക്കുണ്ടെങ്കിലും ദൈവം നിന്നെ മാറ്റി നിർത്തുന്നില്ല എന്നതിൻ്റെ തെളിവാണ്. നമ്മൾ പറയില്ലേ, ആ പുള്ളിക്കൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ, ആ പുള്ളിയൊക്കെ ഭയങ്കര പ്രാർത്ഥനയാണ്, പുള്ളി ഭയങ്കര സംഭവമാണ്, നമ്മളൊക്കെ പാപികളല്ലേ. പാപിനിയായ സ്ത്രീ, ജീവിതം തകർന്നു പോയവൾ, സമറിയാക്കാരി സ്ത്രീ യേശുവിനോട് സംസാരിച്ചത് ശ്രേഷ്ഠമായൊരു കാര്യമല്ലേ? അത്രയും അഴുക്ക് പറ്റിയ ഒരാളെ പോലും യേശു പറഞ്ഞില്ല അങ്ങോട്ട് മാറി നിൽക്കുക, അങ്ങോട്ട് ഒതുങ്ങി നിൽക്കുക, കുറച്ചങ്ങോട്ട് ദൂരെ പോയി നിൽക്കുക, ഞാൻ എൻ്റെ കൺവട്ടത്തിൽ നിന്നൊക്കെ അങ്ങോട്ട് മാറ്. നമ്മളാണെങ്കിൽ പറയില്ലേ, നിങ്ങളെന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുക, നിങ്ങളെയൊക്കെ പിന്നെ അങ്ങ് കണ്ടോളും. യേശു അഴുക്കു പറ്റിയ ഒരാളെ പോലും ഒട്ടും മാറ്റി നിർത്തിയില്ല. അവിടെയൊക്കെയാണ് നമ്മുടെ ജീവിതം ഉള്ളത്. നമ്മളെത്ര അഴുക്കു പറ്റിയ ശരീരവും മനസ്സും ജീവിതവുമായിക്കൊള്ളട്ടെ, നിനക്ക് പോലും ദൈവത്തോട് മിണ്ടാൻ പറ്റും. അഴുക്കു പറ്റിയ നിന്നോടും ദൈവം സംസാരിക്കും. ആരാ പറഞ്ഞത് ദൈവം സംസാരിക്കില്ലെന്ന്? ബൈബിൾ വായിച്ചു നോക്കൂ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്, സമറിയാക്കാരി സ്ത്രീയോട് യേശു സംസാരിച്ചു കൊണ്ടേയിരുന്നു, മിണ്ടിക്കൊണ്ടിരുന്നു. അത്രേ അഴുക്കു പറ്റിയ ഒരാളോട് യേശു മിണ്ടുമോ? യേശു എവിടെയേലും നിന്ന് മിണ്ടിയെന്നല്ല, അടുത്തു വന്ന്. ഇതിനകത്തും കാണും ചിലപ്പോൾ അഴുക്കു പറ്റിയ മനുഷ്യർ. നിങ്ങളെ ഓർത്തല്ല, എനിക്ക് എൻ്റെ ജീവിതത്തെ നോക്കുമ്പോൾ ഞാനും അഴുക്കു പറ്റിയൊരു മനുഷ്യനായിരിക്കാം. ശരീരത്തിന് അഴുക്കുണ്ടാകാം, ചിന്തയിൽ അഴുക്കുണ്ടാകാം, പെരുമാറ്റത്തിൽ അഴുക്കുണ്ടാകാം. പക്ഷെ എനിക്കൊരു മഹത്തായ കാര്യം അറിയാം, എനിക്ക് ദൈവത്തോട് മിണ്ടാൻ പറ്റും. അത് ശ്രേഷ്ഠമാണ്, അത് അനുഗ്രഹമാണ്. ഇവിടെ ഇരിക്കുന്ന ആരും ചിന്തിക്കരുത്, ഓ ഞാനൊരു അഴുക്ക് പറ്റിയ ആളായോണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുകയല്ലെന്ന്. നിനക്കും ദൈവത്തോട് അടുത്തു വരാൻ പറ്റും, ദൈവത്തോട് മിണ്ടാൻ പറ്റും, ദൈവം നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. ഇത് നിന്റെ മേലൊരു അനുഗ്രഹം വരുന്ന പവിത്രമായ മിനിറ്റുകളാണ്.
ഇതൊരു അനുഗ്രഹത്തിന്റെ ആരംഭമാണ്. ഇതൊരു അഭിഷേകത്തിന്റെ തുടക്കമാണ്. പാപിനിയായ ഒരു സ്ത്രീക്ക് പോലും യേശുവിനോട് മിണ്ടാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. അത് വലിയ കാര്യമാ, ശ്രേഷ്ഠമായ കാര്യമാ. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങളോടൊരു ചെറിയ കാര്യം മനസ്സിലാകാൻ വേണ്ടി പറയുവാണ്. മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഇവിടെ അടുത്തൊരു സ്ഥലത്ത് നിൽക്കുമ്പോഴേ ഒരാൾ ചക്ക പറിക്കുക. പുള്ളി തോട്ടിയിൽ അരുവയൊക്കെ വച്ച് കെട്ടി ഉദ്ദേശിച്ച ചക്ക പറിക്കാൻ തോട്ടി ഉയർത്തിയപ്പോഴാണ് അറിയുന്നത് തോട്ടി എത്തുന്നില്ല. അപ്പം അദ്ദേഹം ചിന്തിക്കുന്നു, ഈ പ്ലാവയിൽ ഇച്ചിരി കയറിയേച്ച് ഇതങ്ങ് പറിച്ചിടാം. അങ്ങനെ പ്ലാവയിൽ കയറാൻ നോക്കുമ്പോൾ വീട്ടിലെ സ്നേഹമുള്ള ആളുകൾ പറഞ്ഞു, മഴ പെയ്ത് പ്ലാവെല്ലാം തെന്നിക്കിടക്കുക, ചക്ക തിന്നില്ലെന്നേ ഉള്ളൂ, ഇനി അതിലോട്ട് കയറണ്ട. അപ്പോൾ ഇനി എന്നെ ചെയ്യും? അപ്പം പുള്ളി ഒരു കാര്യം ചെയ്യുന്നത് കണ്ടു. ആ തോട്ടിയുടെ അറ്റത്ത് കെട്ടിയ അരുവ അഴിച്ചിട്ട് അതിൻ്റെ നീളത്തെ വേറൊരു കമ്പ് കൂടെ വച്ച് ചേർത്ത് കെട്ടി. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഈ അരുവ വീണ്ടും കെട്ടി അതിന് ആ ചക്ക പറിക്കാൻ പാകത്തിന് അതിൻ്റെ നീളത്തെ കൂട്ടി. ഞാനെന്തിനാ ഇത് പ്രസംഗിച്ചെന്നറിയാമോ? നമ്മളും ചിലപ്പോൾ സാധാരണ മനുഷ്യരാ. നമ്മളും ചില അനുഗ്രഹങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തുമ്പോൾ നമ്മുടെ കൈക്ക് നീളം കുറവാണ്. നമുക്കത് നമ്മുടെ കയ്യിൽ വരുന്നില്ല, അത് നേടിയെടുക്കാൻ പറ്റുന്നില്ല. ആ നന്മ എൻ്റെ ജീവിതത്തിൽ എന്തോ എത്തുന്നില്ല. അല്പം നീളമുള്ള ഒരു കമ്പ് കൂടെ ചേർത്തൊന്ന് കെട്ടിവെക്കുക. ഒരുപക്ഷെ ആ ചേർത്ത് കെട്ടിവെച്ച കമ്പായിരിക്കും ഇന്ന് കേൾക്കുന്ന വചനവും ഇന്നത്തെ പ്രാർത്ഥനയും. ആ അനുഗ്രഹം ഒന്ന് എൻ്റെ കയ്യിൽ എത്തണ്ടേ? ഇപ്പം ഞാൻ ആകുന്നത്രയും നോക്കിയിട്ട് ആ തോട്ടി എത്തുന്നില്ല. വിഷമിക്കൊന്നും വേണ്ട. അതിനറ്റത്ത് ഒരു കമ്പ് കൂടെ ചേർത്ത് കെട്ടിയാൽ, ഇത്രയും നീളമുള്ള ഒരു കമ്പ് കൂടെ ചേർത്ത് കെട്ടിയാൽ ആ കാര്യം നടക്കും. അതാണ് ഇവിടെ ഇന്ന് സംഭവിക്കുന്നത്. അല്ല, ഓരോ ദിവസവും സംഭവിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ, ഞാനും നിങ്ങളും സാധാരണക്കാരാണ്, അഴുക്കുള്ളവരാണ്. നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു, കൈ ഉയർത്തി, ആ നന്മ എൻ്റെ അടുത്ത് വരുന്നില്ല. ഒരു കമ്പ് കൂടെ ചേർത്ത് കെട്ടുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി കരമുയർത്തുകയാണ്. നിങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കരമുയർത്തുകയാണ്. അത് നിങ്ങൾ ആഗ്രഹിച്ച് മനസ്സിൽ കണ്ടത് അത് നിങ്ങളുടെ കയ്യിലേക്ക് എത്താൻ അതൊരു കാരണമാകില്ലേ? നമ്മൾ മനസ്സിൽ കണ്ടത് ആ ചക്ക പറിക്കണമെന്നാ. അപ്പോഴാ തോട്ടി എത്തിയേലെന്ന് മനസ്സിലായത്. അപ്പോഴാ ബുദ്ധി പറഞ്ഞത് ഒരു കമ്പ് കൂടെ ചേർത്ത് കെട്ടിയേ മതി. സ്വർഗത്തിൽ നിന്ന് ചില നന്മകൾ സ്വീകരിക്കാൻ ഇതുപോലെ ചിലത് കാരണമാവും. ഹല്ലേലൂയ. മനസ്സിൽ പ്രാർത്ഥിക്കുക. ചില ആളുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ചില നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ആ നന്മ നമ്മുടെ കയ്യിലെത്താൻ, ആ ആഗ്രഹിച്ചത് തടസ്സമില്ലാതെ എൻ്റെ ജീവിതത്തിലെത്താൻ അത് കാരണമാകും. ഹല്ലേലൂയ. ഒരു കരമുയർത്തി സന്തോഷത്തോടെ, വിശ്വാസത്തോടെ, ശബ്ദമുയർത്തി ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ താഴ്ത്താം. ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 32 മുതലുള്ള വാക്യമാണ്. വലിയ കാര്യമൊന്നുമല്ല, എന്നാൽ ഇച്ചിരി ആലോചിക്കാനും പ്രാർത്ഥിക്കാനും ഉണ്ട്. ബൈബിൾ വചനം ഒരുപാട് പ്രാവശ്യം വായിച്ച് കടന്നുപോയതാണ്. പക്ഷേ ഈ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയാനാ, ചില അനുഗ്രഹങ്ങളെ കൊടുക്കാൻ എന്നെയും നിങ്ങളെയും ദൈവം അതിൻ്റെ വിതരണക്കാരാക്കി മാറ്റും. എന്താക്കി മാറ്റും? എല്ലാവരുടെ കയ്യിലും വിളമ്പാനുള്ളത് ഏൽപ്പിക്കില്ല. ചിലരുടെ കയ്യിലെ ദൈവം അത് വിളമ്പാൻ ഏൽപ്പിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടിട്ടില്ലേ, കല്യാണവും ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കാറ്ററിംഗുകാരെ കാണും. നമുക്കൊന്നും കയറി വിളമ്പാൻ പറ്റത്തില്ല. അതിന് യൂണിഫോം ഇട്ട ആളുകൾ, അവന് അവിടെ നിയോഗിച്ചിട്ടുണ്ട്. കുറച്ച് പേര് അവിടെ നിൽപ്പുണ്ട്. അവരാ നമുക്ക് ആവശ്യമുള്ളത് വിളമ്പുന്നത്. അങ്ങോട്ട് മാറിയിരിക്കും, ഞാൻ വിളമ്പാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അത് നമ്മൾ അവരെ ഏൽപ്പിച്ചതാ. ഇതുപോലെ ദൈവാനുഗ്രഹവും അങ്ങനാണ്. അത് വിളമ്പാൻ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും, ചിലരെ ദൈവം ഉയർത്തിക്കൊണ്ടുവരും.
എന്തിനാണെന്നറിയോ? ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ വിതരണം ചെയ്യുന്ന വിതരണക്കാരായി മാറാൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളായിരിക്കും, ഇവിടെ ഇരിക്കുന്ന ഒരു അമ്മയായിരിക്കും ആ വീടിൻ്റെ സകല നന്മകളും വിതരണം ചെയ്യാൻ ദൈവം ഉയർത്തിയ വ്യക്തി. ഇവിടെ ഇരിക്കുന്ന ഒരു സാധാരണ മനുഷ്യരായിരിക്കും ആ വീടിന് വേണ്ടി ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വിതരണം ചെയ്യാൻ, ആ വീടിലേക്ക്, മക്കളിലേക്ക്, തലമുറകളിലേക്ക് വിതരണം ചെയ്യാൻ വിതരണക്കാരനായി ദൈവം നിയോഗിച്ചത് ആ വീട്ടിലെ ഒരാളായിരിക്കും. അങ്ങനെയുള്ള ആരൊക്കെയോ ആയിരിക്കും എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൈവാനുഗ്രഹം വിതരണം ചെയ്യാൻ ദൈവം നിർത്തിയ ആളാണ് ഞാൻ. ദൈവം നിർത്തിയ ആളാണ് ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും. ദൈവാനുഗ്രഹത്തിൻ്റെ വിതരണക്കാരാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ എടുത്തു കൊടുക്കുന്നവർ. അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, അവർ ദൈവം നിയോഗിച്ച ചില മനുഷ്യരാണ്. ഭക്ഷണം വിളമ്പാൻ, ആ കാറ്ററിങ്ങിൻ്റെ മുന്നിൽ നിൽക്കുന്ന അതിൻ്റെ ഉടമസ്ഥൻ ചില ആൾക്കാരെ, ചില പിള്ളേരെയൊക്കെ ഓരോ ഭക്ഷണം വിളമ്പാൻ, അച്ചാർ വിളമ്പാൻ, സാമ്പാർ വിളമ്പാൻ, ആ ഭക്ഷണം വിളമ്പാൻ, ഈ ചോറ് വിളമ്പാൻ, ബിരിയാണി വിളമ്പാൻ ഓരോരുത്തരെ നിർത്തിയിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ വിളമ്പാൻ ദൈവം നിയോഗിച്ച വിതരണക്കാരാണ്. എൻ്റെ കരങ്ങളെ ആയിരിക്കും ദൈവം അതിനു വേണ്ടി നിയോഗിക്കുന്നത്. അതൊരു പക്ഷേ നാളുകളിൽ നിങ്ങളുടെ കരങ്ങളായിരിക്കും എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇനി നിങ്ങളോട് ഈ വചനം പറയുന്നതിന് മുമ്പ് എല്ലാവരുടെ കയ്യിലും ദൈവം ഏൽപ്പിക്കത്തില്ല. ഒരു ദൈവഭക്തൻ്റെ കയ്യിലെ ഒരു ദൈവഭക്തനെയേ ദൈവം ദൈവാനുഗ്രഹത്തെ വിതരണം ചെയ്യുന്ന വിതരണക്കാരനാക്കത്തുള്ളൂ. ബൈബിളിൽ ഒരു വാക്യം വായിക്കാം, 15-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. യേശു ശിഷ്യന്മാരെ വിളിച്ചു പറഞ്ഞു. യേശു ആരെ വിളിച്ചു? ശിഷ്യന്മാരെ. അവിടെ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരെയും വിളിച്ചല്ല പറഞ്ഞത്, ശിഷ്യന്മാരെ, ആ നിയോഗമുള്ളവരെ വിളിച്ചു പറഞ്ഞു. ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. വായിക്ക അടുത്ത വചനം. 3 ദിവസമായി അവർ എന്നോട് കൂടെയാണ്. അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. വഴിയിൽ അവർ തളർന്നു വീഴാൻ ഇടയുള്ളതിനാൽ ആഹാരം നൽകാതെ അവരെ പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. 34-ാമത്തെ വാക്യം. യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? അവർ പറഞ്ഞു 7. അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ വല്ല അപ്പമുണ്ടോ? അവർ പറഞ്ഞു 7 ഇരിപ്പുണ്ട്. 7? ഇവിടെ എത്ര പേരുണ്ട്? 5000-ത്തിലധികം ആളുണ്ട്. ഇനി അത്ഭുതം നടക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ 7 അപ്പം എടുത്ത് ആ ശിഷ്യന്മാർ യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അത് അത്ഭുതമായോ? അത് അടയാളമായി, അത്ഭുതമായി. ഇനി വായിച്ച് പ്രസംഗിക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഇത് വിളമ്പാൻ ആരെയാ ഏൽപ്പിച്ചെന്നുള്ളതാണ് ഇന്ന് പ്രസംഗിക്കുന്നത്. ബാക്കിയൊക്കെ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. 5000-ത്തിലധികം ആളുകളുണ്ട്. 5000-ത്തിലധികം എഴുതിയിട്ടുണ്ട്. ഭക്ഷിച്ച സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പുരുഷന്മാർ തന്നെയുണ്ട്. ശിഷ്യന്മാരാകെ 12 പേരേ ഉള്ളൂ. അങ്ങനെയാണെ പറയണ്ടേ, സന്നദ്ധരായ ഒരു 100 പേരിങ്ങ് എഴുന്നേറ്റ് സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് വന്നേ. ഒരു 10-300 യുവതി യുവാക്കളൊന്ന് പെട്ടെന്ന് സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്ന് ഈ ഭക്ഷണമൊക്കെ ഒന്ന് വിതരണം ചെയ്യാനാന്ന്. എല്ലാവരുടെ കയ്യിലും അത്ഭുതമായതിനെ വിളമ്പാൻ ദൈവം ഏൽപ്പിച്ചില്ല. ഒന്ന് വായിച്ച് ആ വാക്യം മാത്രം ഒന്ന് വായിക്കുകയാണ്. ശിഷ്യന്മാർ അത് ജനക്കൂട്ടങ്ങൾക്ക് വിളമ്പി. ശിഷ്യന്മാരെ. അതിനുമുമ്പ് 36-ാമത്തെ വാക്യം വായിക്കുക. അവൻ 7 അപ്പവും മത്സ്യവും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ആരെ ഏൽപ്പിച്ചു? അത് കൊണ്ടുപോയി കൊടുത്തവരെയാ, അതിൽ വിശ്വസിച്ചവരെയാ അത് വിളമ്പാൻ ഏൽപ്പിച്ചത്. നമ്മളാണ് പറയില്ലേ, 10,000-10,000 പേരോളം ഉണ്ട്. ഈ 10 പേര് വിളമ്പിയ എന്നാകാനാ? കുറച്ച് സന്നദ്ധരായ ആൾക്കാരെല്ലാം കൂടെ വേഗം സ്റ്റേജിൻ്റെ അടുത്തേക്ക് വന്ന് എല്ലാവരും അങ്ങ് വിളമ്പ് എന്ന്. എല്ലാവരെയും ദൈവം വിളമ്പാൻ ഏൽപ്പിക്കത്തില്ല. ദൈവം ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർക്ക്. ചിലപ്പോൾ ഉണ്ടല്ലോ, ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദൈവം നിങ്ങളെ ആയിരിക്കും ആ പ്രശ്ന പരിഹാരത്തിന് നിയോഗിക്കുന്നത്. ദൈവം നിങ്ങളെ ആയിരിക്കും നിങ്ങളുടെ തലമുറയെ ഒരു അനുഗ്രഹമുള്ളൊരു തലമുറയായി ഉയർത്തിക്കൊണ്ടുവരാൻ, ആ അനുഗ്രഹത്തെ വിതരണം ചെയ്യാൻ ദൈവം വിളമ്പാൻ ഏൽപ്പിക്കുന്നത് നിങ്ങളെ ആയിരിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നോ? ഈ വാക്യം മാത്രം ഒന്നോർത്തേ.
4000 പുരുഷൻ, സ്ത്രീകളും കുട്ടികളും ഒഴികെ 4000 പുരുഷന്മാരുണ്ട്. മിനിമം 10,000-ഓളം പേരവിടെ ഉണ്ട്. ഒരു ഊഹാവ് കണക്കനുസരിച്ച് അത്രയും പേർക്ക് ശിഷ്യന്മാർ വിളമ്പിൽ എന്ന് തീരാനാ. പക്ഷെ ഒരെണ്ണം വേറൊരാളെ കൊണ്ട് വിളമ്പിച്ചില്ല. ദൈവത്തോടൊപ്പം നിൽക്കുന്നവൻ്റെ കരങ്ങളിലെ ദൈവം വിളമ്പാൻ ഏൽപ്പിക്കുകയുള്ളൂ. ഒരുപക്ഷെ ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ കയ്യിലെ ആ വീട്ടിലേക്കുള്ള നന്മകളെ വിളമ്പാൻ, തലമുറകളിലേക്ക് ആവശ്യമായ നന്മകളെ വിളമ്പാൻ ദൈവം പ്രയോജനപ്പെടുത്തുകയുള്ളൂ. ദൈവം നിന്റെ കയ്യിൽ ചിലത് വിളമ്പാൻ നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു തരും. ഇവിടെ നമ്മൾ ചിന്തിക്കും എന്നെ ഒന്നും ദൈവം പ്രയോജനപ്പെടുത്തില്ല. ദൈവം നിന്നെ ആയിരിക്കും, ഒരു ഭാര്യ എന്ന നിലയിൽ നിന്നെ ആയിരിക്കും നിന്റെ വീടിൻ്റെ നന്മകളെ വിതരണം ചെയ്യാൻ ദൈവം നിന്റെ കയ്യിലായിരിക്കും ഏൽപ്പിക്കുന്നത്. ഒരുപക്ഷെ ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു യുവാവ് എന്ന നിലയിൽ, യുവതി എന്ന നിലയിൽ, ഒരു മകൻ മകൾ എന്ന നിലയിൽ നിന്റെ കയ്യിലായിരിക്കും ദൈവം ചിലത് വിളമ്പാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. നീ ഉഴപ്പിപ്പോയാ പോയി, നീ വിശ്വാസത്തിൽ അകന്നാ പോയി. അത് വിളമ്പേണ്ട കരമാണിത്. കാരണം ദൈവത്തിൻ്റെ ആ അനുഗ്രഹങ്ങളെ വിളമ്പിക്കൊടുക്കേണ്ട വിതരണക്കാരുടെ കൈകളാണ് നമ്മളുടേത്. ഈ വിരൽ കൊണ്ട് എത്രയോ പേർക്ക് സുവിശേഷം കൊടുത്തു. ദൈവാനുഗ്രഹത്തിൻ്റെ വിതരണക്കാരാണ് നമ്മൾ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ്റെ കയ്യിലെ ദൈവം അത് ഏൽപ്പിച്ചു കൊടുക്കത്തുള്ളൂ. വിമർശിക്കുന്നവൻ്റെയും കളിയാക്കുന്നവൻ്റെയും പുച്ഛിക്കുന്നവൻ്റെയും കരങ്ങൾ ഇതൊന്നും ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ആരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കത്തുള്ളൂ? പ്രാർത്ഥിക്കുന്ന, ദൈവത്തോട് ബന്ധമുള്ളവനെ അവൻ്റെ കൈകളിലെ ദൈവം ഇത് വച്ച് കൊടുക്കത്തുള്ളൂ. ഇത് തെളിയിച്ചു തരാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്ന്, ആ വീട്ടിൽ എന്ത് തീർന്നു പോയി? വീഞ്ഞ് തീർന്നു പോയി. അപ്പോൾ പരിചാരകരാണ് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കൽഭരണികളിൽ നിറച്ചത്. വിളമ്പാൻ ഏൽപ്പിച്ചത് ആരെയാ? കല്യാണ വീട്ടിലിരിക്കുന്ന കുറേ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നോ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നോ വന്ന കുറച്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഇതെന്നെല്ലാം അങ്ങോട്ട് വിളമ്പിക്കുകയെന്നല്ല പറഞ്ഞത്. പരിചാരകരെ ഏൽപ്പിച്ചു. കോരിയവനെയാ അത് വിളമ്പാനും ഏൽപ്പിച്ചത്. പ്രാർത്ഥിക്കുന്നവനെയാ, അവൻ്റെ കയ്യിലാ ദൈവം ചില നന്മകൾ ഏൽപ്പിക്കുന്നത്. അവനത് വിളമ്പും. അവനത് പാടിയും പ്രസംഗിച്ചും വാക്കുകൾ കൊണ്ടും ശുശ്രൂഷകൾ കൊണ്ടും ഒക്കെ അത് വിളമ്പിക്കൊണ്ടേയിരിക്കും. അവൻ കോരിയവനാണ്, അവൻ അധ്വാനിച്ചവനാണ്. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അധ്വാനിച്ചവൻ അനുഗ്രഹങ്ങളെ വിതരണം ചെയ്യുന്ന വിതരണക്കാരായി മാറും. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓർക്ക്, നിങ്ങൾ സാധാരണക്കാരാണ്, നിസ്സാരരാണ്, നമ്മൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമ്മൾ പാപികളാണ്, കുഴപ്പമുണ്ട്, കുറവുണ്ട്, അഴുക്കുണ്ടെന്നൊക്കെ പറഞ്ഞാലും ചില നന്മകളെ വിതരണം ചെയ്യേണ്ട വിതരണക്കാരാണ് നമ്മൾ. ഒരു വാക്ക് നിങ്ങളുടെ വീടിനെ ഒന്ന് മനസ്സിൽ കണ്ടേ. നിങ്ങളുടെ വീടും വീടിരിക്കുന്ന സ്ഥലവും ഒക്കെ ഒന്ന് മനസ്സിൽ കണ്ട് ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചേ, കർത്താവ്, എൻ്റെ വീട്ടിൽ ചില അനുഗ്രഹങ്ങളുടെ കുറവുണ്ട്, അത് വിതരണം ചെയ്യാൻ എൻ്റെ കൈകളെ, എൻ്റെ ആരോഗ്യത്തെ, എൻ്റെ ശുശ്രൂഷയെ പ്രയോജനപ്പെടുത്തണമേ. എൻ്റെ ജീവിത പങ്കാളി ഒരു പ്രാർത്ഥനയില്ല, എൻ്റെ മക്കളും അതേപോലൊക്കെ തന്നെ ഒരു വിശ്വാസവും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കുറച്ചൊക്കെ പ്രാർത്ഥിക്കുന്ന ആളുകൾ. ആ ഒരാൾ ഞാനാണല്ലോ, ഇവരെന്നാ ഇങ്ങനെ ചെയ്യാത്തത്? നീ പ്രാർത്ഥിക്ക്. നിൻ്റെ വീടിൻ്റെ നന്മകളെ നീ ആ വീട്ടിൽ വിതരണം ചെയ്യും. നീ കൊടുക്കും. നിന്റെ കയ്യിൽ അത് മഹത്വത്തോടെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. മങ്ങിയ ഒരു ദർശനമല്ല, തിളങ്ങുന്ന ദർശനമാണ് ദൈവം ഇന്ന് നിന്നെ കാണിക്കാൻ പോകുന്നത്. മങ്ങിയ ഒരു വെളിച്ചത്തിൽ കാണുന്ന എന്തോ ഒന്നല്ല, തെളിഞ്ഞ വെളിച്ചത്തിൽ കാണുന്ന ദർശനം പോലെ അത് വെളിപ്പെട്ടു വരട്ടെ. നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് ഇന്ന് നിന്റെ വീടുകളിൽ പ്രാർത്ഥന കൂടി ആരാധന കഴിച്ച് ചെല്ലുമ്പോൾ ചിലതൊക്കെ നിന്റെ പ്രാർത്ഥന കൊണ്ട് വിളമ്പാൻ തുടങ്ങണം. ചില പ്രാർത്ഥനകൾ നീ വിളമ്പണം. ചില അനുഗ്രഹങ്ങളെ നിന്റെ കുഞ്ഞുങ്ങളിലേക്ക്, തലമുറകളിലേക്ക്, ഭവനത്തിന്റെ അന്തരീക്ഷത്തിലേക്ക്, വരുമാനത്തിലേക്ക്, അനുഗ്രഹത്തിന്റെ വിളമ്പുകാരായി നിങ്ങൾ മാറണം. ദൈവത്തിൽ നിന്ന് അനുഗ്രഹത്തെ പ്രാപിച്ചവർ അത് വിളമ്പിക്കൊടുക്കും. വേദന കൊടുക്കേണ്ടവരല്ല നമ്മൾ, വേദന കൊടുക്കേണ്ട തൊഴിലാളികളല്ല, വേദന കൊടുക്കുന്നവരാ ചിലരുടെ തൊഴിൽ തന്നെ. ചിലരുടെ തൊഴിൽ വേദന കൊടുത്തുകൊണ്ടേയിരിക്കും. വേദന കൊടുക്കുന്നതല്ല നമ്മുടെ തൊഴിൽ,
അനുഗ്രഹത്തെ വിതരണം ചെയ്യുന്നതാണ് നമ്മുടെ തൊഴിൽ. അനുഗ്രഹത്തിന്റെ വിതരണക്കാർ. ഒന്ന് ഏറ്റു ചൊല്ലി ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എൻ്റെ ജീവനെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ശുശ്രൂഷയെ, എൻ്റെ കുടുംബ ജീവിതത്തെ അങ്ങയുടെ കരങ്ങളിൽ ഇന്ന് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. ഇന്ന് ഞാൻ ഏൽപ്പിച്ചു തരുന്നു. എനിക്കുള്ള അനുഗ്രഹത്തെ തെറ്റിപ്പോകാതെ എന്നിലേക്ക് തന്നെ ഇന്ന് അയക്കണമേ, ഇന്ന് അയക്കണമേ, ഇന്ന് അയക്കണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഇന്ന് സമർപ്പിച്ച ഓരോ നിയോഗങ്ങളും ഓരോന്നോരോന്നായി എനിക്ക് സാധിച്ചു കിട്ടുന്ന ഒരത്ഭുത അഭിഷേകത്തെ ഇന്ന് എന്നിലേക്ക് പകരണമേ. ഒന്ന് ശബ്ദമുയർത്തി ആ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ദൈവത്തിന്റെ അനുഗ്രഹത്തെ വിതരണം ചെയ്യുന്ന വിതരണക്കാരായി ശുശ്രൂഷകളെ ദൈവം മാറ്റുന്നതിനെ ഓർത്തു ഞങ്ങൾ നന്ദി പറയുന്നു. ദൈവത്തിന്റെ അനുഗ്രഹത്തെ വിതരണം ചെയ്യുന്ന വിതരണക്കാരായി മാറ്റുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ചേർന്ന് പറയാം ഹല്ലേലൂയ. ഇന്ന് ഒരു വചനം കൂടി ചേർത്ത് വായിക്കുവാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാമത്തെ അധ്യായം 1 മുതലുള്ള വാക്യമാണ്. ഇത് ഇന്നലെ വൈകുന്നേരം ഈ ആലയത്തിൽ വന്നവരോട് ഈ വചനമൊന്ന് ചെറിയ രീതിയിൽ സംസാരിച്ചു. ഇപ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തെ ഒന്നും കൂടെ പറയും. ഒരു ആവർത്തന വിരസതയുള്ള ഒന്നായി നിങ്ങൾക്ക് തോന്നരുത്. പക്ഷേ ഇത് വാക്കിന് നിങ്ങളെ തൊടാനും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കാനും കഴിവുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നു. ഗിലെയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയാ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു. തിഷ്ബയിൽ നിന്നുള്ള ഒരാൾ, നമ്മൾ പറയില്ലേ, വയനാട്ടിൽ നിന്നുള്ള ഒരാൾ, എറണാകുളത്തിൽ നിന്നുള്ള ഒരാൾ, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള ഒരാൾ, നമ്മളിങ്ങനെ ഓരോ പറയുന്ന പോലെ ബൈബിൾ എഴുതിയിരിക്കുവാണ്. തിഷ്ബയിൽ നിന്നുള്ള അതൊരു സ്ഥലപ്പേരാണ്. തിഷ്ബയിൽ നിന്നുള്ള ഒരാൾ, ആളുടെ പേരാണ് ഏലിയ. ഏലിയ ആരാന്നറിയാമോ? മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവഭക്തനാണ്. ഒരു തലമുറയിലേക്ക് അനുഗ്രഹത്തെ വിളമ്പിയ ഒരു വിളമ്പുകാരനാ, ദൈവം നിയോഗിച്ച ഒരു വിളമ്പുകാരനാ ഏലിയ. ഏലിയ എന്ന പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ. 2-ാമത്തെ വാക്യം, കർത്താവ് ഏലിയായോട് അരുൾ ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ച്. അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ? കെറീത്ത്, ഒരു സ്ഥലമാണ് കെറീത്ത്. ആര് ചെന്ന സ്ഥലമാണ്? ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു മനുഷ്യനെ, ഒരു ദൈവഭക്തനെ ദൈവം കരുതിയ സ്ഥലമാണ്. ഇത് ഏലിയായ്ക്ക് മാത്രമല്ല, ദൈവഭക്തിയുള്ള ഓരോ മനുഷ്യനും ചില കെറീത്തുകളുണ്ട്. അവനെ ദൈവം കരുതിയ നടത്തിയ സ്ഥലം. അങ്ങനെ പറയാനൊരു സ്ഥലമുണ്ട്, ചില മനുഷ്യരുണ്ട്, ചില സ്ഥലമുണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഒരു കെറീത്തായിരിക്കും ഇത്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ട, ദൈവം നിങ്ങൾക്ക് അനുഗ്രഹങ്ങളെ നൽകിയ, ദൈവം നിങ്ങളുടെ ജീവിതത്തെ പരിപാലിച്ച, ചില നല്ല സാക്ഷ്യങ്ങളൊക്കെ ലഭിച്ച ദൈവം ഒരുക്കിയ കെറീത്തായിരിക്കും ഇത്. ഹല്ലേലൂയ. ആ വാക്യമല്ല, അടുത്ത വാക്യം വായിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. അടുത്ത വാക്യം ഒരു തരത്തിലും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്, അത് വായിക്കാം. നിനക്ക് ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ഒരു പക്ഷിയാണ് കാക്ക. ആർക്ക് ഭക്ഷണം? കോഴി കൊത്തിയത് ഒരാൾ കഴിക്കുമോ? ഒരു കോഴി കൊത്തിയ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മൾ പിള്ളേർക്ക് കൊടുക്കുമോ? നമ്മൾ കൊടുക്കത്തില്ല, അത് വേസ്റ്റ് കൊട്ടയിലിടത്തുള്ളൂ. പിന്നെയാണോ കാക്ക കൊത്തിയത് നമ്മൾ തിന്നുമോ? നമുക്കറിയാം, ആർക്കും അത്ര ഇഷ്ടമില്ലാത്ത പക്ഷികളിൽ ഒന്നാണ് എന്ത്? വീട്ടിൽ വളർത്തുന്ന നായ്ക്ക് പോലും ശരിക്കും പറഞ്ഞാൽ ഈ പക്ഷി ഇഷ്ടമല്ല.
ഈ പക്ഷി അപ്പുറത്തെ റബ്ബറെ വന്നിരുന്നാൽ വീട്ടിൽ വളർത്തുന്ന നായ കൊരയോട് കൊരയാണ്. കോഴിക്കിഷ്ടമല്ല, ഓടിച്ചിട്ട് കുത്തും. വേറെ പല പക്ഷികൾ അവിടെ ഇരുന്ന് നിന്നാൽ കുഴപ്പമില്ല. ഈ കാക്കയാണെങ്കിൽ അതിനെ ഓടിക്കാൻ ചെല്ലും. എന്തിനാ ദൈവം ഈ പക്ഷിനെ തിരഞ്ഞെടുത്തത്? അതൊരത്ഭുതമാണ്. എനിക്ക് നിങ്ങൾക്കൊരു പാഠമാണ്. ഹല്ലേലൂയ. കാക്ക തിന്നുന്നത് നല്ല ഭക്ഷണമൊന്നുമല്ല. ചീഞ്ഞതും വേസ്റ്റ് എറിഞ്ഞു കളഞ്ഞതുമൊക്കെ, ചീഞ്ഞതും പുഴുത്തതും പുഴു പിടിച്ചതൊക്കെ വലിച്ച് വാരി തിന്നുന്ന ഒരു പക്ഷിയാണ് കാക്ക. പിന്നെന്തിനാ ഇത്രയും നല്ലൊരു മനുഷ്യന് ഫുഡ് കൊടുക്കാൻ, ഭക്ഷണം കൊടുക്കാൻ ഈ പക്ഷിയുടെ കയ്യിലാണോ ദൈവം ഏൽപ്പിക്കുന്നത്? ഇതൊരു കാര്യം നിങ്ങളോട് പറയാൻ പോവുക. ഞാൻ കേട്ടിട്ടുണ്ട് ചില ആളുകൾ പറയുന്നത്, അയാൾ ആരാ പ്രാർത്ഥിക്കാൻ? അയാളുടെ പഴയ കാലമൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പുള്ളി ആരാന്നറിയാമോ? പുള്ളി മഹാമോശമായിരുന്നു, ഇപ്പം പ്രാർത്ഥനയും ഭക്തിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാക്കയാ, ഈ പക്ഷിയെ പോലെയാ. പക്ഷേ നിനക്കൊരനുഗ്രഹമാകാൻ ചിലപ്പോൾ ആ പക്ഷിനെ ആയിരിക്കും തിരഞ്ഞെടുത്തത്. നിനക്കൊരനുഗ്രഹമാകാനേ ഈ ചീഞ്ഞതൊക്കെ തിന്ന് നീ കല്ലെടുത്തെറിഞ്ഞതായിരിക്കും. ആ പക്ഷിയുടെ ചുണ്ടിലിരുന്നതാണ് നിനക്കിന്ന് ആഹാരമായിട്ട് മാറിയത്. ഞാൻ കേട്ടിട്ടുണ്ട് എന്നെക്കുറിച്ചൊരാൾ പറയുന്നത്, അയാളുടെ അപ്പനെ കള്ളുകൂടിയനാ. അവരുടെയൊക്കെ ചരിത്രം എനിക്കറിയാം. ആ സഹോദരൻ അപ്പൻ അയ്യോ കഷ്ടമാണ് അവരുടെ. പുള്ളി ശുശ്രൂഷയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിക്ക് എന്നാ യോഗ്യതയാണ് ഉള്ളത്? യോഗ്യത ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടേ ഇല്ലല്ലോ. ഒരു യോഗ്യതയില്ല. ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോൾ ഞാൻ അവിടുത്തെ പ്രസംഗം എല്ലാം കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരാൾ ചോദിച്ചു, നീ ആദ്യം നിൻ്റെ വീടിനെ പോയി നന്നാക്കുക, എന്നിട്ടല്ലേ നീ പ്രസംഗമൊക്കെ പറയുന്നത്. അത് തമാശയ്ക്ക് പറഞ്ഞൊരു വാക്കാണ്, പക്ഷേ അസ്ത്രം പോലെ നമ്മുടെ മനസ്സിൽ കയറിപ്പോവും. ഇയാളുടെ അപ്പൻ കള്ളുകൂടിയനല്ലേ, ഇയാളുടെ കുടുംബമൊക്കെ ഇങ്ങനെയല്ലേ, സഹോദരൻ അങ്ങനെയല്ലേ, മാതാപിതാക്കൾ അങ്ങനെയല്ലേ, പിന്നെ പുള്ളി എന്തിനാ പ്രസംഗിക്കുന്നത്? എന്തിനാ ദൈവം കാക്കേനെ തിരഞ്ഞെടുത്ത്? വലിയ പുള്ളികളില്ലായിരുന്നോ? ഈ ഒറ്റ പക്ഷേ ആ പഞ്ചായത്തിലുണ്ടായിരുന്നുള്ളൂ. കാണാൻ കൊള്ളുന്ന, വൃത്തിയുള്ള, അഴകുള്ള എത്ര നല്ല പക്ഷികൾ ആ മരത്തെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെന്തിനാ ദൈവം ഈ ചീഞ്ഞതിനെ കൊത്തി വലിക്കുന്ന ഈ പക്ഷീനെ ദൈവം തിരഞ്ഞെടുത്തത്? ചിന്തിക്കണ്ടേ? നമ്മൾ ചിന്തിക്കും, നമ്മൾ ആരെയും വില കുറച്ച് കാണരുത് കേട്ടോ. അയാൾക്കെന്നാ യോഗ്യതയുള്ള, അയാൾ ആരാ പ്രാർത്ഥിക്കാൻ, അയാൾ എന്നാ ഈ വലിയ പുള്ളി ആയത്, അയാൾ എന്നാ ഈ ഭക്തിമാർഗം, അയാൾ എന്നും ആയിക്കൊള്ളട്ടെ. ചിലപ്പോൾ നമ്മൾ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞവൻ്റെ കയ്യിലായിരിക്കും എനിക്കുള്ളൊരു അനുഗ്രഹത്തെ ദൈവം വച്ചേക്കുന്നു. നമ്മൾ ചിന്തിക്കണം. ഈ പക്ഷിയുടെ ചുണ്ടിലാ ദൈവം അപ്പവും ഇറച്ചിയും കൊടുത്തത്. കോഴി കൊത്തിയതുപോലെ നമ്മൾ തിന്നത്തില്ല, പിന്നെയാണോ കാക്ക കൊത്തിയത്? പ്രിയപ്പെട്ടവരെ, ഇവിടെ നിൽക്കുന്ന ഞാൻ അഴുക്കുള്ളവനായിരിക്കാം, പക്ഷെ എൻ്റെ കയ്യിലായിരിക്കും ഇവിടെ ഇരിക്കുന്ന ചിലർക്ക് കൊടുക്കാൻ ചില നന്മകളെ ഏൽപ്പിച്ചത്. അയാൾ ആരാ? അയാൾ കള്ളുകൂടിയനല്ലേ? അയാളുടെ വീട് എന്നാ ഒരു ഉത്തരവാദിത്വം ഉണ്ടോ അയാൾക്ക്? അയാൾ ആരാന്ന് എനിക്ക് നന്നായിട്ടറിയാം. 15 വർഷം അയാളുടെ വീടിൻ്റെ അടുത്താണ് ഞാൻ താമസിച്ചത്. അയാളുടെ ചരിത്രമൊന്നും എന്നെ കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കല്ലേ. നമ്മൾ പറയുന്നൊരു വാക്കല്ലേ, എന്നെ കൊണ്ടൊന്നും കുറെ പറയിപ്പിക്കല്ലേ എന്ന്. യോഗ്യതയില്ലാത്തവരെ യോഗ്യരാക്കുന്നവരാണ് ദൈവം. ആരാ ഇതിന് മാത്രം യോഗ്യത ഉള്ളവര്? ആരാ ഇതിന് മാത്രം എല്ലാം തികഞ്ഞവര്? ചിന്തിച്ചു നോക്ക്. ദൈവഭക്തനായ ഒരു നല്ല തിഷ്ബയിൽ നിന്നുള്ള ഒരു പ്രവാചകന് അനുഗ്രഹം വിളമ്പിക്കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്തത് അപ്പുറത്തെ വലിയ പുണ്യവാളനെയൊന്നുമല്ല, അപ്പുറത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ വലിയ പുള്ളീനെയല്ല, കാക്കേനെയാണ് തിരഞ്ഞെടുത്ത്, ഒരു പക്ഷീനെയാണ് തിരഞ്ഞെടുത്ത്. കാക്ക എന്ന പക്ഷിയെക്കുറിച്ച് നോക്കുമ്പോൾ അത് ഒന്നാമതേ ഫുൾ കറുപ്പാണ്. ചുണ്ടു മുതൽ നഖം വരെയും കറുപ്പാണ്. ശബ്ദമാണെങ്കിൽ കേൾക്കാൻ വലിയ അഴകില്ല, ശബ്ദം കൊള്ളില്ല, കളറ് കൊള്ളില്ല.
ആരും വീട്ടിൽ ഇണക്കി വളർത്താൻ ഇഷ്ടപ്പെടില്ല. കിട്ടിയ വറുത്ത് തിന്നാൻ നോക്കും. എന്തോ മരുന്നാന്ന് ആരൊക്കെ പറയുന്നത് കേട്ടു. എന്തോ മരുന്നാന്ന് എറിഞ്ഞോടിക്കും. പക്ഷെ ദൈവം തെരഞ്ഞെടുത്തത് ആ പക്ഷീനെയാണ്. ചില അനുഗ്രഹങ്ങളെ വിളമ്പാൻ ചീഞ്ഞതും അഴുക്കുള്ളതും കുറവുള്ളതും, പാരമ്പര്യമില്ല, അയാളുടെ വീട് എന്നാ വീടാ, അയാൾക്കെന്നാ യോഗ്യതയുള്ള, അങ്ങനെയൊക്കെ ഒരുപാട് അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും കേട്ട എന്നെ ആയിരിക്കും, ഈ കൈകളിലായിരിക്കും ചില നന്മകളെ വിളമ്പാൻ ദൈവം ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആരെയും വില കുറച്ച് കാണണ്ട. ചിലപ്പോൾ ആ വ്യക്തിയിലൂടെ നാളുകളിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ ഇടയുണ്ട്. നമ്മൾ ഒത്തിരി പേര് പറയും, നമ്മൾ പള്ളിയിലൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ, നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വീട്ടിൽ പറഞ്ഞിട്ടില്ലേ, പുള്ളി ആരാ, പുള്ളിയുടെ നമുക്കറിയത്തില്ലേ, പുള്ളിയുടെ ചരിത്രമൊക്കെ എനിക്ക് എല്ലാം അറിയാം, പുള്ളി മോശമാ, പുള്ളി കുഴപ്പക്കാരനാ, പണ്ട് പുള്ളി തോന്നിവാസമൊക്കെ നടന്നയാളാ, ഈ പക്ഷിയെ പോലെയാ. പക്ഷെ ദൈവം നിന്നെ തെരഞ്ഞെടുത്ത് മാനിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, കാക്കയുടെ ഈ പക്ഷിയുടെ ഒരു പ്രത്യേകത സ്വഭാവം അനുസരിച്ച് എന്ത് കിട്ടിയാലും അന്നേരെ തിന്നേണ്ട സ്വഭാവമാണ്. കാക്കയുടെ കയ്യിൽ ഒരു അപ്പമോ ഒരു ഇറച്ചിയോ കിട്ടിയാൽ അന്നേരെ അങ്ങോട്ട് പറന്ന് ഇച്ചിരി ഉയരത്തിലെത്തി ഇത് കൊത്തിപ്പറിച്ച് തിന്നും. അത് കാക്കയുടെ സ്വഭാവമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ പക്ഷി വിശ്വസ്തനാണ്. എന്നാ കാരണം? നല്ല അപ്പം അങ്ങിരിക്കുന്ന ഏലിയായിക്ക് കൊടുക്കാൻ പറഞ്ഞപ്പം അപ്പുറത്തെ മരത്തിലിരുന്ന് കൊത്തി തിന്നതായിട്ട് എഴുതിയിട്ടില്ല. ആദ്യം ഞാൻ തിന്നിട്ടല്ലേ പുള്ളിക്ക്. കാക്ക വിശന്നിരിക്കുമായിരിക്കാം, പക്ഷേ പുള്ളി ആ കാക്ക ചെയ്തൊരു കാര്യമുണ്ട്, അത് വിശ്വസ്തയോടൊരു കേടുപറ്റാതെ ആ കാക്കയ കൃത്യം ഏലിയ പ്രവാചകന് രാവിലെയും കാലത്തും വൈകിട്ടും അതെത്തിച്ചു കൊടുത്തു. വിശ്വസ്തത, വിശ്വസ്തനെ ദൈവം അനുഗ്രഹിക്കും. ഇന്നലകളിൽ ഞാൻ എത്ര മോശമോ അഴുക്കോ കുറവുള്ളവനോ കുഴപ്പമുള്ളവനോ ആകട്ടെ, നീ വിശ്വസ്തനാണോ, വലിയ കാര്യങ്ങൾ, വലിയ ശുശ്രൂഷകൾ, വലിയ അഭിഷേകം ദൈവം നിന്റെ കയ്യിൽ വിളമ്പാൻ ഏൽപ്പിക്കും. ഇത് വലിയ കാര്യമാണ്. നമ്മളൊക്കെ ഈ പക്ഷിയെ പോലാണ്, നമ്മൾ ആരൊക്കെയോ ഈ പക്ഷിയെ പോലെയാണ്. എന്ത് യോഗ്യത, നമുക്കൊരു യോഗ്യതയില്ല. പക്ഷെ നമ്മളെ ചില വലിയ കാര്യങ്ങൾക്ക് ദൈവം ഉയർത്തിക്കൊണ്ടായിരിക്കുന്നത്. അടുത്തൊരു കാര്യമുണ്ട്, നമ്മൾ ചിന്തിക്കുവാണ്, എഴുതിയിട്ടുണ്ട്, കാലത്തും, ഒന്ന് വായിച്ചേ, 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. കാക്കകൾ കാലത്തും വൈകിട്ടും അവൻ അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കുക, അതിനകത്ത് എഴുതിയിട്ടില്ല, ഈ കാക്ക, ഈ പക്ഷി തെറ്റാതെ ഇതാ അപ്പവും മാംസവും കറക്റ്റ് അവിടെ കൊണ്ട് എത്തിച്ചു. എങ്ങോട്ടേലും പോയില്ല, അങ്ങോട്ടും പറഞ്ഞില്ല ഇങ്ങോട്ടും പറഞ്ഞില്ല, കറക്റ്റ്. നിങ്ങളിന്ന് പ്രാർത്ഥിക്കണം, ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിച്ച അനുഗ്രഹം തെറ്റിപ്പോകാതെ, അങ്ങോട്ടും പോകല് ഇങ്ങോട്ടും പോകല്, അത് കറക്റ്റ് എൻ്റെ അടുത്തെത്തണം. കുറേ നമുക്കുള്ള അനുഗ്രഹങ്ങൾ പല വഴിക്ക് പോയി, നമുക്ക് കിട്ടിയില്ലത്. കയ്യെത്തുന്ന ദൂരത്ത് വെച്ച് തന്നെ ചില നന്മകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് പ്രാർത്ഥിക്കുക, ദൈവം എനിക്ക് തരാൻ ഉദ്ദേശിച്ച നന്മകൾ അത് എത്തേണ്ട കരങ്ങളിലൂടെ അതെൻ്റെ അടുത്ത് തന്നെ എത്തണമേ. ഹല്ലേലൂയ. ചിന്തിക്കണ്ടേ, ഈ കാക്ക അപ്പവും മാംസമായിട്ട് എങ്ങോട്ടേലും പറന്നുപോയി. ഏലിയ ആരാ? ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും തലയുള്ള ഈ പക്ഷിയോട് ദൈവം എങ്ങനെയായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, സംസാരിച്ചത്? ഒരു പക്ഷിയെ മൃഗത്തെയൊക്കെ നമ്മൾ ഇതിന്നെയാക്കൊണ്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഇതെങ്ങനെ മനസ്സിലാവും? അതൊക്കെ ദൈവത്തിൻ്റെ, നമുക്കൊന്നും ഒരിക്കലും ചിന്തിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത വിധത്തിലാ ദൈവം അവിടെ പരിപാലനം ഒരുക്കിയത്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും. കാക്ക എങ്ങനെയാ അറിഞ്ഞത്? ഏലിയ പ്രവാചകൻ കാക്കയ്ക്ക് എങ്ങനെയാ അറിയാം? പക്ഷി എങ്ങനെയാ മനസ്സിലാകും ഇത് ഇന്ന ആളാണ്, അത് ഇന്ന പുള്ളിയാണ്, ഇവിടെ കൊടുക്കാനാ പറഞ്ഞതെന്ന് എങ്ങനെ അറിയാം? പക്ഷെ ദൈവത്തിനറിയാം എങ്ങനെയാ അത് കൈകാര്യം ചെയ്യേണ്ടതെന്ന്. നിനക്കുള്ള അനുഗ്രഹം, എനിക്കുള്ള അനുഗ്രഹം തെറ്റാതെ എൻ്റെ കരങ്ങളിലേക്ക് അത് വരണമേ എന്ന് പ്രാർത്ഥിക്കുക.
ഇന്നത്തെ ശുശ്രൂഷയിൽ നിനക്ക് കിട്ടേണ്ട ഒരു അനുഗ്രഹമുണ്ട്, നിനക്ക് കിട്ടേണ്ട ഒരു അഭിഷേകമുണ്ട്. അതൊന്നും ഒരിക്കലും തെറ്റിപ്പോകാതെ എൻ്റെ കരങ്ങളിൽ, എൻ്റെ വീട്ടിൽ അത് ഇന്ന് എത്തണം. ഹല്ലേലൂയ. ഇനി ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാക്കയുടെ കാലുകൊണ്ടല്ല, കാലയിലല്ല, പരുന്തൊക്കെ കാലയിൽ കൊണ്ടുപോകും ഭക്ഷണം. പക്ഷെ കാക്ക അതിൻ്റെ ചുണ്ടിലാണ് കൊത്തിക്കൊണ്ടു പോകുന്നത്. ആ പക്ഷിയുടെ ചുണ്ടിലാണ് ഏലിയ പ്രവാചകന് ദൈവം കൊടുത്ത നന്മ ഇരുന്നത്. ആ ചുണ്ടിലായിരുന്നേ. ഇതുപോലെ ചിലവൊരുപക്ഷെ ദൈവത്തിൽ നിൽക്കുന്നവൻ്റെ കയ്യിലായിരിക്കും നിനക്കുള്ള നന്മ ഇരിക്കുന്നത്. അത് കൊത്തി പറന്ന്, അത് കൊത്തി അവിടെ നിന്ന് പറന്ന് നിന്റെ അടുത്തേക്ക് വന്ന് ഒരുപക്ഷെ നിനക്കിന്ന് കിട്ടുന്ന ഒരു കൈവപ്പ് പ്രാർത്ഥന, അത് നിന്നിലേക്ക് വരുന്നൊരു നന്മയാണ്. ദൈവം കൊടുത്തുവിട്ട അപ്പവും മാംസവും പോലെ ഒരനുഗ്രഹമാ ദൈവം ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു കൈവെപ്പിലൂടെ, ഒരു ആരാധനയിലൂടെ നിന്റെ അടുത്തേക്ക് ദൈവം എത്തിക്കുന്നത്. ഹല്ലേലൂയ. ഒരിക്കലും ചിന്തിക്കരുത്. ഞാൻ കേട്ടിട്ടുണ്ട്, ഇയാളുടെ അപ്പൻ കള്ളുകൂടിയനിലെ പുള്ളി പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാൻ നിൽക്കുന്നത്, പുള്ളിക്ക് എന്നാ യോഗ്യത. ഞാൻ ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. വലിയ പുള്ളികളെ ഒന്നുമല്ല തിരഞ്ഞെടുത്തത്. ചത്തതിനെയും ചീഞ്ഞതിനെയും തിന്നുന്ന ഒരു പാവം പിടിച്ച, കാണാൻ പോലും ഭംഗിയില്ലാത്ത, വലിയ സൗന്ദര്യമില്ല, ശബ്ദം പോലും വലിയ ഭംഗിയില്ലാത്ത ഒരു പക്ഷീനെയാണ് പ്രവാചകനെ ഭക്ഷണം കൊടുക്കാൻ ദൈവം നിയോഗിച്ചത്. ഈ കളറില്ലാത്ത എന്നെ ദൈവം പ്രയോജനപ്പെടുത്തുവോ? ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ദൈവം എന്നെ കൊണ്ട്, ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും. ഈ കൂലിവേല എടുത്ത് നടക്കുന്ന എന്നെ, എൻ്റെ കൈ വല്ലതും ദൈവം, അതെ നിന്റെ കയ്യിലായിരിക്കും ദൈവം തരുന്നത്. നീ നിന്റെ ആ നല്ലൊരു മനസ്സും ആ വിശ്വസ്തതയുമാണ് ദൈവത്തിന് വേണ്ടത്. നിന്നെ വലിയ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തും. മുമ്പേ ആദ്യം കേട്ടു, ദൈവം ചില കാര്യങ്ങളെ വിളമ്പിക്കൊടുക്കാൻ നിന്റെ കയ്യിൽ തരും. അതിൽ വിശ്വസ്തരാണെങ്കിൽ വലിയ കാര്യങ്ങൾ വിളമ്പാൻ നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു തരും. അതിൽ ഉഴപ്പിപ്പോയാൽ ഒന്നും ഏൽപ്പിക്കത്തില്ല. ചുമ്മാ ഒച്ച ഉണ്ടാക്കാന്നേ ഉള്ളൂ, കുറെ ബഹളം ഉണ്ടാക്കാന്നേ ഉള്ളൂ, 10 ബോക്സും കൂടെ കൂട്ടി വെക്കാന്നേ ഉള്ളൂ. ദൈവാനുഗ്രഹം വിളമ്പിക്കൊടുക്കുന്ന സ്ഥലത്ത് അധികം ഒന്നും വേണ്ട, ചെറുതായിട്ട് പറഞ്ഞാൽ മതി. അതെത്തേണ്ട കരങ്ങളിലേക്ക് ദൈവം അത് പകർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. ഒന്നും കൂടെ കേട്ടെ, ഞാൻ പറഞ്ഞ കാര്യം. തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ചക്ക പറിക്കാൻ നോക്കിയപ്പോൾ ഉദ്ദേശിച്ച ചക്ക പറിക്കാൻ തോട്ടി എത്തുന്നില്ല. അപ്പോൾ അയാൾ പ്ലാവേ കയറാൻ നോക്കുവാണ്. അപ്പോൾ അയാളുടെ ഭാര്യ പറഞ്ഞ്, ഈ മഴയത്ത് തന്നെ ഇരിക്കുന്ന പ്ലാവേ വലിഞ്ഞു കയറി ചക്ക തിന്നണ്ട, പുള്ളിക്കാണെങ്കിൽ ചക്ക പറിക്കുകയും വേണം. അപ്പോൾ പുള്ളി ഒരു കണ്ട ഐഡിയ എന്നെ സ്വാധീനിച്ചത്, ആ അരുവ അഴിച്ച് ഒരു ഇത്രയും നീളമുള്ള കമ്പ് ചേർത്ത് കെട്ടി അതിൻ്റെ നീളത്തെ കൂട്ടി ആ ദൈവാനുഗ്രഹത്തെ സ്വീകരിക്കാൻ പ്രാർത്ഥനയുടെ നീളം കൂട്ടുക. ഇവിടെ ഇരുന്ന് കണ്ടത്, മനസ്സിൽ കണ്ടത്, അത് ദൈവം യാഥാർത്ഥ്യമായി എൻ്റെ കുടുംബത്തിൽ ദൈവം കൊണ്ടുവരും. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഒരു നിമിഷം എല്ലാ കണ്ണുകളെയും ഒന്നടച്ച്, എല്ലാ കണ്ണുകളും അടച്ച്. തോട്ടിയുടെ നീളം മാത്രമല്ല, പ്രാർത്ഥനയുടെ നീളവും കുറവാ ചിലപ്പം, വിശ്വാസത്തിൻ്റെ നീളം കുറവാ ചിലപ്പം, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ നീളമൊക്കെ കുറഞ്ഞുപോയി. ചിലരുടെ നീളമൊക്കെ കൂട്ടണം. ചിലതൊക്കെ ഏച്ചു കെട്ടിയാൽ നീളം വർദ്ധിക്കും, നീളം വർദ്ധിക്കും. നീളം ഇപ്പോൾ നോക്കുമ്പോൾ കുറവാണ്. തോട്ടിയുടെ നീളം കൂട്ടിക്കെട്ടി വർദ്ധിപ്പിച്ചതുപോലെ ഒന്ന് പ്രാർത്ഥനയുടെ കാര്യത്തിലും ചേർത്ത് വെച്ച്, ആരാധനയുടെ കാര്യത്തിലും ചേർത്ത് വെച്ച്. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വിളമ്പുകാരായി ദൈവം മാറ്റട്ടെ. സുവിശേഷത്തിൻ്റെ വിളമ്പുകാരാണ് പലരും, ഇവിടെ ഇരിക്കുന്ന പലരും. സുവിശേഷ ദൈവത്തിൻ്റെ വചനത്തെ വിരലുകൊണ്ട് അനേകം ഗ്രൂപ്പുകളിലേക്കും ആളുകളിലേക്കും ഷെയർ ചെയ്യുന്ന വിതരണക്കാരാണ് നിങ്ങൾ. ദൈവം അത് നിങ്ങളുടെ വിരലുകൊണ്ട് അനേകർക്ക് സുവിശേഷം എത്താൻ ഈ കരങ്ങളെ ദൈവം ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടുത്തിയില്ലേ? ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ചില്ലേ? വേദന കൊടുക്കുന്നവരല്ല നമ്മൾ, സുവിശേഷം കൊടുക്കുന്നവരാണ്.
അനുഗ്രഹത്തെ കൊടുക്കുന്ന, അനുഗ്രഹത്തെ വിളമ്പിക്കൊടുക്കുന്ന ദൈവത്തിന്റെ ഭവനത്തിലെ വിളമ്പുകാരാണ് നമ്മൾ. ദൈവഭവനത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹത്തെ കോരി കോരി വിളമ്പി ഓരോ മനുഷ്യനും ആവശ്യമുള്ളത് കൊടുക്കുന്ന വിളമ്പുകാരായി ദൈവം മാറ്റും. ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ കുറേ വേദനകളുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന ചില ടെൻഷനുണ്ട്, ഞങ്ങൾ അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലുണ്ട്, ഞങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ പകച്ചു നിന്ന ചില മണിക്കൂറുകളുണ്ട്. കർത്താവേ, ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് ഒരു മനസ്സോടെ ഒറ്റ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുവാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഞങ്ങൾ കണ്ടു, ഏലിയ പ്രവാചകൻ കെറീത്ത് എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോൾ വലിയ പുള്ളികളെ ഒന്നും ദൈവം തെരഞ്ഞെടുത്തില്ല. വലിയ വലിയ ആളുകളാണെന്ന് ഭാവിച്ചവരെയും ഗമ കാണിച്ചവരെയും വലിയ പുള്ളി ഭാവം നിറഞ്ഞവനെയും ഒന്നും ദൈവം പ്രയോജനപ്പെടുത്തിയില്ല. കറുപ്പു നിറമുള്ള, ഭംഗിയില്ലാത്ത, കാഴ്ചയ്ക്ക് വലിയ ഭംഗിക്കുറവുള്ള പക്ഷിവർഗത്തിൽപ്പെട്ട ഒരു കാക്കയെ ദൈവം ഭക്ഷണം കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്തു. ആ പക്ഷിക്ക് എന്ത് യോഗ്യതയാ ഉള്ളത്? ഇതുപോലെ ചില പക്ഷികളാണ് ഞാനും നിങ്ങളും. പലരും നമ്മളെ നോക്കി പറയും, നീ ആരാ പ്രാർത്ഥിക്കാൻ? നിന്റെ വീടിനെ കുറിച്ച് എനിക്കറിയാം, നീ എങ്ങനെയാ ഇത്രയും നാൾ ജീവിച്ചെന്ന് എനിക്കറിയാം, നിന്റെ പേരിനെ കുറിച്ച്, നിന്റെ ചരിത്രമൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളങ്ങ് വാടിപ്പോകും. അല്ല, ദൈവവചനം പറയുന്നു, എല്ലാം തികഞ്ഞ വലിയ പുള്ളികളെ ഒന്നും അല്ല ദൈവം തെരഞ്ഞെടുത്തത്, എല്ലാം തികഞ്ഞ വലിയ ആളുകളെ ഒന്നും അല്ല തെരഞ്ഞെടുത്തത്. സമൂഹത്തിന്റെ മുമ്പിൽ വിലയില്ലെന്നും കൊള്ളില്ലെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയവരെയൊക്കെയാ ദൈവത്തിന്റെ അനുഗ്രഹത്തെ വിളമ്പാൻ ദൈവം പ്രയോജനപ്പെടുത്തിയവർ. ഒരിക്കലും ദൈവം നിന്നെ മാറ്റി നിർത്തുകയില്ല, ഒരിക്കലും ദൈവം നിന്നെ അകറ്റി നിർത്തുകയില്ല, ഒരിക്കലും ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല, ഒരിക്കലും ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഒരിക്കൽ കൂടി കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോ ശ്രദ്ധിച്ച്, ഒരു നിമിഷം ശ്രദ്ധിച്ച് ഇത് പറയുമ്പോ, പാപിനിയായ സ്ത്രീ 5 ഭർത്താക്കന്മാരുണ്ട്, വേറെ 6ാമത്തെ ഒരാളുടെ കൂടെ താമസിക്കുന്ന, ജീവിതത്തിൽ സകലമാന തെറ്റുകളും കുഴപ്പങ്ങളുമുള്ള സ്ത്രീ. ആ സ്ത്രീക്ക് പോലും യേശുവിനോട് സംസാരിക്കാൻ പറ്റി. യേശു അവളോട് മിണ്ടി, യേശു ആ വ്യക്തിയോട് സംസാരിച്ചു മിനിറ്റുകൾ. അതൊരു മഹത്തായ കാര്യമല്ലേ? ഞാൻ എത്ര അഴുക്കുള്ളവനാണേലും, എത്ര വീട് പോയവനാണേലും എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ദൈവത്തോട് സംസാരിക്കാൻ പറ്റുന്നത് ശ്രേഷ്ഠമായ ഒരു കാര്യമല്ലേ? ആ കരമുയർത്തി, ശബ്ദത്തെ ഉയർത്തി, അധരങ്ങളെ തുറന്ന് സ്തുതിക്കുന്നു. ജീസസ്. ദൈവത്തിന്റെ ഭവനത്തിലെ ദൈവം ഒരുക്കിയ ദൈവത്തിന്റെ വിതരണക്കാരാണ്. ദൈവത്തിന്റെ വിളമ്പിൽ ദൈവം വിളമ്പാൻ ഏൽപ്പിച്ച കരങ്ങളാണ് ഈ കരങ്ങൾ. ഈ കരങ്ങൾ തളർന്നു പോകരുത്. ശബ്ദമുയർത്തി ഉറക്കെ വിളിച്ച്, യേശുവേ, ജീസസ്, ഹല്ലേലൂയ. ശബ്ദമുയർത്തി, ഹല്ലേലൂയ. കരമടിച്ചെന്ന് പാടാം. എല്ലാ കരങ്ങളും അടിച്ച് വിശ്വാസത്തോടെ, നല്ല ഉണർവോടെ ചേർന്ന് പാടാം. ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. പറഞ്ഞു പാടി. കാക്കയെ അയച്ചാഹാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും. നമ്മുടെ യേശു മതിയായവൻ. അതുകൊണ്ട് യേശു മതി, ആ സ്നേഹം മതി, തൻ വചനം മതി എനിക്ക്. യേശു മതി,
അടച്ച കരമൊന്ന് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകും നിങ്ങളെക്കുറിച്ച് പലരും പറയുന്നത്, അയാൾക്ക് എന്നാ യോഗ്യതയുള്ളേ, ഓ ആ പുള്ളിക്കാരത്തിക്ക് പ്രാർത്ഥിക്കാൻ എന്നാ യോഗ്യതയുള്ളേ, പുള്ളിക്കാരത്തിയാണോ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ പലരെയും നമ്മുടെ വീട്ടിലിരുന്ന് പറയും, അയാൾക്ക് എന്നാ യോഗ്യതയുള്ളേ, അയാളുടെ അപ്പം കള്ളുകൂടിയനല്ലേ, അയാളുടെ സഹോദരൻ അങ്ങനല്ലേ, അയാളുടെ വീട് ആകെ തറപറ്റി കിടക്കുക, ആദ്യം പുള്ളി പോയി പുള്ളിയുടെ വീടിനെ നന്നാക്കട്ടെ. കുറേ കേട്ടിട്ടുണ്ട്, ഒരുപാട്. പക്ഷേ ദൈവം ആരാന്നറിയാമോ? ഒരു വലിയ കാര്യം അറിയപ്പെടുന്നൊരു പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ദൈവം ഏൽപ്പിച്ചത് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ അംഗങ്ങളെ ഒന്നും അല്ല. വലിയ 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 സംഭവമെന്ന് പറയുന്ന ഒരെണ്ണത്തിനെ അവിടെ കൊണ്ടുവന്നില്ല. വലിയ വലിയ കളറും തലയെടുപ്പുള്ള പക്ഷിയെ ഒന്നും കൊണ്ടുവന്നില്ല. ചീഞ്ഞതിനെ തിന്നുന്ന, കൊത്തി വലിക്കുന്ന കാക്കയെന്ന ആ പക്ഷിനെയാ കൊണ്ടുവന്നേ. ആ സ്ഥാനത്താ ഇന്ന് ഞാനും പലരും ഉള്ളത്. നമ്മൾ ചിന്തിക്കും, ഹോ എന്നെ കൊണ്ട് ദൈവം എന്തേലും ഒരു ഗുണം ഉണ്ടാവുമോ? നിന്നെ കൊണ്ടേ ഗുണമുള്ളൂ. നിന്നെ കൊണ്ടാ. ദൈവം വലിയ പുള്ളി ഭാവമുള്ള കുറേ പേരില്ലേ, വലിയ പുള്ളിയാണ് അവരാണ് എല്ലായിടത്തെയും മെയിൻ ആൾക്കാർ. അവരാ വിചാരിക്കുന്ന എല്ലാം ഞങ്ങളാ ചെയ്യുന്നത്. ഒന്നും ദൈവം അവരുടെ കൈ വിളമ്പാൻ കൊടുക്ക. വലിയ പുള്ളി ഭാവം നടിക്കുന്നവൻ്റെ കയ്യിൽ വിളമ്പാൻ ഒരു കടുക് പോലും ഏൽപ്പിക്കുകയില്ല, അച്ചാർ പോലും വിളമ്പാൻ ഏൽപ്പിക്കുകയില്ല അവരുടെ കയ്യിൽ. ദൈവസന്നദ്ധിയിൽ നിൽക്കുന്ന ചില ഒന്നുമില്ലാത്ത മനുഷ്യന്മാരുണ്ട്, അവഗണിക്കപ്പെട്ടവർ, ഒരുപാട് കുറ്റവും കുറവും കേട്ട് മനസ്സ് മുറിഞ്ഞവർ, പരിഹസിക്കപ്പെട്ടവർ, ആർക്കും വേണ്ടാത്ത ചിലരെയൊക്കെ ദൈവം വലിയ കാര്യങ്ങളെ ചെയ്യാൻ അവരുടെ കയ്യിൽ വിളമ്പാനൊക്കെ ഏൽപ്പിക്കും. അപ്പം നമ്മൾ പറയും, അവർ വിളമ്പുമ്പോൾ പുള്ളി ആരാ വിളമ്പാൻ? പുള്ളിയുടെ അപ്പൻ എന്നാന്ന് ഞങ്ങൾക്കറിയാം. അയ്യോ അവരുടെ വീടൊക്കെ അത്രയും മോശവാ, അയ്യോ നിങ്ങൾ അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥനയാണോ? മനുഷ്യൻ കാണുന്നത് പോലല്ല ദൈവം നിന്നെ കാണുന്നത് കേട്ടോ. മനുഷ്യൻ കാണുന്ന പോലെയാണ് പണ്ടേ ഉരുകിപ്പോയത്. മനുഷ്യൻ്റെ കണ്ണുകൾ, ദൈവത്തിൻ്റെ കണ്ണുകൾ രണ്ടും രണ്ടാണ്. ഒരു നിമിഷം കണ്ണുകളെ അടച്ച ആ കരം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഒരു പാട്ടുണ്ട്, എന്നെ അൻപോട് സ്നേഹിപ്പാൻ എന്താണ് എന്നിൽ കണ്ടത്, ഈ ചെളി കിടക്കുന്ന എന്നെ സ്നേഹിക്കാൻ. ചിന്തിച്ച് നോക്കിക്കേ, ദൈവത്തിന് നമ്മളെ സ്നേഹിക്കാൻ നമ്മളിൽ ഒന്നുമില്ല. നമ്മളിൽ കുറേ അഴുക്കും കുറ്റവും കുറവും ഒക്കെ ഉള്ളൂ. എന്നിട്ടും ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടായിരിക്കുന്നേ. 5 ഭർത്താക്കന്മാരുണ്ട്. 6ാമതൊരാളുടെ കൂടെ താമസിക്കുന്ന സ്ത്രീയോടും യേശു മിനിറ്റുകൾ മിണ്ടി സംസാരിച്ചു. ആ സ്ത്രീക്ക് പോലും യേശുവിനോട് മിണ്ടാൻ പറ്റി. നമ്മളാണെ പറയില്ലേ, നിങ്ങളൊക്കെ അങ്ങ് മാറിയെന്നേ, അങ്ങോട്ട് പോയിക്കേ, ഇവിടെ ഒന്നും ആരും നിൽക്കണ്ട, പുള്ളി വലിയ പുള്ളിയാ, ഈ വഴിയിലൊന്നും ആരും കണ്ടേക്കല്ലേ, ഇവിടെ ഒന്നും ആരും നിന്നേക്കരുത്, ഇവിടെ മിണ്ടാൻ പാടില്ല. അയ്യോയോ എന്തോ ഒരു നിയന്ത്രണമാ. പാപിയായൊരു വ്യക്തിക്ക് യേശു, ആ വ്യക്തിക്ക് പോലും യേശുവിനോട് മിണ്ടാൻ പറ്റിയത് ശ്രേഷ്ഠമായ കാര്യമല്ലേ? നമുക്കൊന്ന് കണ്ണുകളെ അടച്ച് ചെളി കിടക്കുന്ന എന്നെ, സ്റ്റിൽ ഗോഡ് ഈസ് ലവിങ് യു, ഇപ്പോഴും ദൈവം സ്നേഹിച്ചു കൊണ്ടേയിരിക്കുന്നു. എന്നെ അൻപോടു സ്നേഹിപ്പാൻ എന്താണു എന്നിൽ കണ്ടത്, ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചോ. ഒരിക്കൽ കൂടി പാടാമോ? എന്നെ എല്ലാവരും അൻപോടു സ്നേഹിപ്പാൻ എന്താണു എന്നിൽ കണ്ടത്, ചേറ്റിൽ കിടന്നതാമെന്നെ ആ പൊൻകാരം നീട്ടിപ്പിടിച്ചു. കരമൽപ്പം ഉയർത്തി പിടിച്ചു പാടിയേ.
ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? അർത്ഥമറിഞ്ഞു പാടിയേ. ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ശബ്ദമുയർത്തി പറഞ്ഞേ, ഇത്രമേൽ സ്നേഹിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? ഇത്രമേൽ മാനിച്ചിടുവാൻ യോഗ്യത എന്നിൽ കണ്ടുവോ? കരങ്ങൾ താഴ്ത്തി വറ്റാത്ത ഉറവേ തേനീലും മധുരമേ, വറ്റാത്ത ഉറവേ തേനീലും മധുരമേ. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാണ്. ഇന്ന് കേട്ട വചനം മനസ്സിൻ്റെ അകത്ത്, ശരീരത്തിൻ്റെ മുക്കിലും മൂലയിലെല്ലാം ചെല്ലട്ടെ. ഇന്ന് കേട്ട വചനം, ഇന്ന് കേട്ട വചനം 5000-ത്തിലധികം പുരുഷന്മാരവിടെ ഉണ്ട്. വിളമ്പാൻ ഏൽപ്പിച്ചത് ദൈവം നിയോഗിച്ചവരെ കൊണ്ടാണ് അത് വിളമ്പിച്ചത്. എല്ലാവരുടെ കയ്യിലും വിളമ്പാനൊന്നും ദൈവം ഏൽപ്പിക്കത്തില്ല. ദൈവം തിരഞ്ഞെടുത്തവരുടെ കയ്യിൽ ആ കുടുംബത്തിന് വേണ്ടത്, ആ നാട്ടിന് വേണ്ടത്, ആ ദേശത്തിന് വേണ്ടത് ചിലരുടെ കയ്യിലേ ദൈവം അത് ഏൽപ്പിക്കുകയുള്ളൂ. ചിലരുടെ കയ്യിൽ അത് ഏൽപ്പിക്കത്തുള്ളൂ. കർത്താവേ, ആ കൂട്ടത്തിൽ എന്നെ കൂടി എണ്ണിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി. ഇന്നും കൂടെ വീട്ടിൽ വഴക്കൊക്കെ ഉണ്ടാക്കി വന്നവരുണ്ട്, ഇന്നലെ വീട്ടിൽ വഴക്കുണ്ടാക്കിയവരുണ്ട്, ചീത്ത പറഞ്ഞവരുണ്ട്, തെറി പറഞ്ഞവരുണ്ട്, മോശം പറഞ്ഞവരുണ്ട്. അതൊക്കെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പറഞ്ഞതാന്ന് ദൈവത്തിനറിയാം. ഓ, ഞാനങ്ങനെയൊക്കെ പറഞ്ഞോണ്ട് സാരയില്ലെന്നേ, അതൊക്കെ നീ ആ പെട്ടെന്ന് ആ ദേഷ്യം വന്നപ്പോൾ പറഞ്ഞു പോയതാന്ന് ദൈവത്തിനറിയാം. ചിലപ്പോൾ അറിയാതെ ശാപവാക്കുകൾ പോലും പറഞ്ഞിട്ടുണ്ടാവും. ദൈവത്തിനറിയാം നീ ആ ദേഷ്യത്തിൽ അത് പറഞ്ഞത്. ദൈവത്തിന് നിന്നെ മനസ്സിലാക്കാം. ദൈവം നിന്നെ മനസ്സിലാക്കും. തൂയരേ തൂയാവിയേ തൂയരേ തൂയാവിയേ വറ്റാത്ത ഉറവേ തേനീലും മധുരമേ വറ്റാത്ത ഉറവേ തേനീലും മധുരമേ. ഒരു ഭക്തന്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ പാത്രം ദൈവം മൂടി വയ്ക്കില്ല, അത് തുറക്കും. അതിനുള്ള സമയമായത്. നമ്മുടെ വീട്ടിൽ വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാൻ അടുക്കളയിൽ വേവിച്ച ഭക്ഷണത്തിൻ്റെ മൂടി തുറക്കും. അതുപോലെ ദൈവാനുഗ്രഹം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ മൂടി തുറക്കുന്ന സമയമായത്. അത് മൂടി തുറന്ന് അത് നിനക്കാവശ്യമുള്ളത് നിന്റെ പാത്രത്തിലേക്ക് വിളമ്പുന്നത് പോലെ, ആവശ്യമുള്ളത് മുമ്പിൽ വച്ചിരിക്കുന്ന ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന പോലെ ദൈവം പകരുന്ന സമയമാണ്. ദൈവം പകരുന്ന സമയമാണ്. Still God is loving you. Still God is loving you. Still God is loving you. എല്ലാവരും ഒന്ന് കേൾക്കാമോ? ഇത് ആരാധനയ്ക്കായി ഇവിടെ കത്തിച്ചു വച്ചൊരു വിളക്കാണ്. ഇതിനകത്തൊരു തിരി കത്തുന്നുണ്ട്. ഈ 2 ഫാനും ഇവിടെ ഓണാണ്. കാറ്റ് നന്നായിട്ടുണ്ട് ഇവിടെ. പക്ഷേ ഈ തിരിക്കൊരു കോട്ടവുമില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് കത്തുന്നത് കണ്ടോ? അങ്ങനെ കത്താനുള്ളൊരു കാരണമാണ് ഈ ഗ്ലോബ്. ഇന്നു മുതൽ നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ, ജൂൺ മാസം 1-ാം തീയതി മുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു പേപ്പർ എടുത്ത് നിങ്ങൾ 1-ാം തീയതിക്ക് മുമ്പ് എഴുതി 1-ാം തീയതി കേൾക്കുന്ന വചനത്തിനകത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പേര് 1, 2, 3, 4, 5
എഴുതി വയ്ക്കണം. നിങ്ങളുടെ കൊച്ചുമക്കളുടെ പേര് എഴുതി വയ്ക്കണം. അത് ഈ കത്തുന്ന തിരിക്ക് ഗ്ലോബ് പോലെയാ. ലോകത്തിൽ പല കാറ്റുകളുണ്ട്, പല പ്രലോഭനമുണ്ട്, തെറ്റായ കൂട്ടുകെട്ടുണ്ട്. പക്ഷെ അതൊന്നും ഏക്കത്തില്ല. കാരണം ഇതിങ്ങനെ ഒരു ഗ്ലോബിനകത്ത് നിന്നാ കത്തുന്നേ. അതുകൊണ്ടാണ് 1 മാസം പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. അത് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആരും നഷ്ടപ്പെട്ടു എന്ന് കേൾക്കാനിടയാകരുത്. ഓർത്ത് നോക്കി കേച്ചാൽ ഞാൻ ഒരിക്കൽ കേട്ടതാണ്. ഒരാൾ പറയുവാണ്, നിൻ്റെ മകനാ പോലീസ് അറസ്റ്റ് ചെയ്ത്, നീ ആരെയും കൂട്ടിക്കൊണ്ട് വേഗം ചെന്ന് ഇറക്കിക്കൊണ്ട് വാ, നാണക്കേടാണ്. ആ അപ്പൻ അനുഭവിച്ച വേദനയോ, ആ കുടുംബം അനുഭവിച്ച വേദന. നിൻ്റെ മകനെയാണ് കഞ്ചാവ് കേസിന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവനിപ്പോൾ എവിടാ? നമ്മുടെ മക്കളെ നോക്കി ഇങ്ങനെയൊന്നും ആരും പറയരുത്. ഇതുപോലൊരു കവചം ഉണ്ടാകണം. ചുമ്മാ അങ്ങ് വളർന്നോളും പഠിച്ചോളും മാത്രമല്ല, ആരെങ്കിലുമൊക്കെ വേണ്ടേ ഇതുപോലെ ഒരു ഗ്ലാസ്സായിട്ടൊക്കെ ഒരു കവചമായിട്ട് നിൽക്കണ്ടേ. ഇങ്ങനെ വച്ചിരിക്കുന്നത് ഒരു ഭംഗിക്ക് മാത്രമല്ല, ഈ തിരി കെട്ടുപോകാതിരിക്കാനാണ്. ഈ ദേശത്തുള്ളവരും ദൂരെയുള്ളവരും എല്ലാം ഇത് ശ്രദ്ധിക്കുക. ഇതൊരു നിയോഗത്തിൽ ചെയ്യുന്ന കാര്യമാണ്, ബിസിനസ്സായിട്ട് ചെയ്യുന്നതല്ല, ആളെ കൂട്ടാൻ ചെയ്യുന്നതല്ല. അതൊരു നിയോഗമുള്ളവരെല്ലാം ഏറ്റെടുക്കും, നല്ല ഉറപ്പാണ്. ജൂൺ മാസം 1-ാം തീയതി മുതൽ ഈ ദേശത്തുള്ളവർ നിങ്ങൾ ഫോൺ വിളിച്ച് പറയണം, കേൾക്കാൻ പറയണം. ഓരോ വചനവും അതിനടിസ്ഥാനപ്പെടുത്തി പ്രാർത്ഥിക്കും. ഒരു ചൊല്ലുപോലും ഉണ്ട്, മുല്ലപ്പൂമ്പോട് ഏറ്റുകിടക്കും, അതിൻ്റെ താഴെ കിടക്കുന്ന കല്ലിന് പോലും അതിൻ്റെ കുറച്ച് ഗുണമുണ്ടാവും. ഇതുപോലെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്ന അമ്മമാരും അപ്പന്മാരും ഒക്കെ വീട്ടുകളിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ കണ്ട് കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങും, ആരാധിക്കാൻ തുടങ്ങും. അത് ഒരനുഗ്രഹമായി അത് മാറാൻ തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായാൽ അത് സമ്പത്താണ്, അത് അനുഗ്രഹമാണ്. ഇന്നൊന്നുമില്ലേലും ഓർത്തോ, നാളുകളിൽ അത് അനുഗ്രഹമായിട്ട് വരുമെന്ന്. അനുഗ്രഹമാണ്. ഒത്തിരി തകർന്ന കുടുംബങ്ങളുണ്ട് ഇതിനകത്ത്. തകർന്ന കുടുംബങ്ങൾ 5-ലധികം കുടുംബങ്ങളുണ്ടെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. 5 പേര് എന്നോട് സംസാരിച്ചിട്ടുണ്ടെന്ന്. 5 കുടുംബങ്ങൾ തകർന്നതാ. ആ തകർന്ന കുടുംബങ്ങളെ ദൈവം ചേർത്ത് വയ്ക്കുന്ന സമയമായത്. ചേർത്ത് വയ്ക്കുന്ന സമയം, ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുന്ന സമയം. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മുതൽ ഏറ്റവും അവസാനം നിൽക്കുന്ന ഒരാൾ വരെ, ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ, സഭാവ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒരു മനസ്സോടെ ചേർത്ത് നിർത്തുന്നു. നമ്മളിവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏത് സഭയിൽപ്പെട്ട ഒരാളാകട്ടെ, ഏത് പള്ളിയിൽ പോകുന്ന ഒരാളുമാകട്ടെ, ഇവിടെ ഒരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഒരേ ആത്മാവിൽ ഒരു വിശ്വാസത്തിൽ നമുക്ക് നിൽക്കാം. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ വാക്കൊന്ന് മനസ്സിൽ കൊണ്ടുവരിക. ചെറിയ കാര്യമായാലും അതിനകത്തൊരു കാര്യമില്ലേ. ചക്ക പറിക്കാൻ തോട്ടി ഉയർത്തിയപ്പോഴാണ് മനസ്സിലായത് തോട്ടി എത്തില്ലെന്ന്. അന്നേരം അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. ഒരു കമ്പ് കൂടെ വച്ച് ആ തോട്ടിയിൽ വച്ച് കെട്ടി അതിൻ്റെ നീളത്തെ കൂട്ടി. എന്നിട്ട് ഉയർത്തിയപ്പോൾ ആ ഉദ്ദേശിച്ച കാര്യത്തെ നേടിയെടുക്കാൻ പറ്റി. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ചില അനുഗ്രഹങ്ങളെ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കാൻ വിശ്വാസത്തിൻ്റെ നീളം ചിലപ്പോൾ കുറയാം, പ്രാർത്ഥനയുടെ നീളം ചിലപ്പോൾ കുറയാം. അതിനോട് ചേർത്ത് ഒരു കമ്പ് കൂടെ കെട്ടി നീളം കൂട്ടിയതുപോലെ കർത്താവെ, ഒരുപാട് പേർ ഒരുമിച്ച് ആരാധിക്കുമ്പോൾ ഇതാ എന്തു കാര്യമാണോ മനസ്സിൽ കണ്ട് പ്രാർത്ഥിച്ചത് അത് എത്തിപ്പിടിക്കാൻ പാകത്തിന് അതിന് നീളം വർദ്ധിക്കുകയാണ്. എന്തു കാര്യമാണോ മനസ്സിൽ അത് ലഭിച്ചിരുന്നെങ്കിൽ, അത് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചത്, അതിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമാണ്. ഇത് ആരാധനയുടെ സമയമാണ്, ഇത് ദൈവ പ്രവൃത്തിയുടെ സമയമാണ്, ദൈവികമായ വിടുതൽ നടക്കുന്ന സമയമാണ്, ഒന്ന് ചേർന്ന് പാടി ആരാധിക്കുന്ന സമയമാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവിടെ നടക്കും. ദൈവത്തിൻ്റെ സ്തുതികൾ ഉയരുമ്പോൾ ദൈവ പ്രവൃത്തികൾ നടക്കും. ഹല്ലേലൂയ. ഈ നിമിഷം എല്ലാ നിയോഗങ്ങളും, നിങ്ങൾ പ്രാർത്ഥിച്ച നിയോഗങ്ങളെ നോക്കിയിട്ട് പറഞ്ഞ് ഓരോന്നായി എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് യേശു നാമത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ,
ഇന്ന് നിയോഗം എഴുതിയിട്ട ഓരോ വ്യക്തികളും ഇന്നുവരെ ഈ ആലയത്തിൽ വന്ന് നിയോഗം സമർപ്പിച്ച നിയോഗങ്ങളെ നോക്കിയിട്ട് വിശ്വാസത്തിൽ പറയുക, എഴുതിയിട്ട് പ്രാർത്ഥിച്ച ഓരോ കാര്യങ്ങളും ഓരോന്നായി സാധിച്ചു കിട്ടുമെന്ന് യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു, ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എഴുതിയിട്ട ഓരോ കാര്യങ്ങളും എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എണ്ണി എണ്ണി പറയാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. എണ്ണി എണ്ണി സ്തുതിക്കാൻ ദൈവത്തിന്റെ മുമ്പിൽ എണ്ണി എണ്ണി ആരാധന നടത്തുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ ഇടവരും. ഒരു നിമിഷം എല്ലാവരും കേട്ടെ. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ച വിഷയത്തെ ഒന്ന് നന്നായിട്ട് അതിനെ ഒന്ന് നെഗറ്റീവായി ഒന്ന് കാണാതിരുന്നേ. രോഗം വന്ന പാടെ ചിന്തിക്കുക, ഇനി മിക്കവാറും ഞാൻ മരുന്ന് കഴിക്കേണ്ടി വരും, മരിച്ചു പോകും, അടക്കും. ഇതൊന്നുമല്ല മനസ്സിൽ കാണേണ്ടത്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നത് ലഭിക്കുമെന്ന തോന്നലല്ല, പറഞ്ഞ് ഉറപ്പാണ്. ആ ഉറപ്പോടെ ഒന്ന് നിന്നേ. ഞാൻ പ്രാർത്ഥിക്കാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു മാനസാന്തരത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ പോയാൽ ആ മനുഷ്യൻ അങ്ങനെ ആവുള്ളൂ, എൻ്റെ കുടുംബം തകരുവുള്ളൂ, അതല്ല ഇപ്പോൾ കാണേണ്ടത്. ആ ഇൻ്റർവ്യൂവിന് ഞാൻ തോറ്റുപോയി, ഇനി എനിക്ക് എന്തോ ഭാഗ്യക്കേടുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, എനിക്ക് ജോലി കിട്ടാൻ സാധ്യതയില്ലെന്നല്ല ചിന്തിക്കേണ്ടത്. എനിക്ക് വേണ്ടി ദൈവം ഇടപെടുന്നത് ഞാൻ വിശ്വാസത്തിൽ കാണുന്നു. എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നത് ഞാൻ കാണുന്നു. എൻ്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം വരുത്തുന്നത് ഞാൻ കാണുന്നു. എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത് ഞാൻ കാണുന്നു. രണ്ട് കരങ്ങളെയും ഉയർത്തിപ്പിടിച്ച് വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ഉറക്ക വിളിക്കുന്നു, യേശുവേ, ജീസസ്. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദിയോടെ 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 സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ജീസസ്. കരങ്ങൾ അടിച്ചു പാടാം. എല്ലാ കരങ്ങളും അടിച്ച് ആരാധന ആരാധന, ആമേനൂദി ആരാധന ആരാധന, ആരാധന ആരാധന, സ്തുതി ആരാധന ആരാധന. പാടാമോ? പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന,
പ്രാർത്ഥിച്ചു തുടങ്ങുക, പ്രാർത്ഥിച്ചു തുടങ്ങുക, ആരാധിച്ചു തുടങ്ങുക. ദൈവ പ്രവൃത്തി സംഭവിക്കണമേ, 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 ദൈവ പ്രവൃത്തി സംഭവിക്കണമേ. അത്ഭുതങ്ങളിലൂടെ നടക്കണമേ, അത്ഭുതങ്ങളിലൂടെ സംഭവിക്കണമേ. പ്രാർത്ഥിക്കുന്നു, ദൈവ പ്രവൃത്തി സംഭവിക്കണമേ. പറഞ്ഞാൽ ആരും വിശ്വസിക്കണം. ദൈവ പ്രവൃത്തി നടക്കണമേ, ദൈവ പ്രവൃത്തി നടക്കണമേ. തിന്മയുടെ ആധിപത്യം തകരണമേ, തിന്മയുടെ ആധിപത്യം തകരണമേ, തിന്മയുടെ ആധിപത്യം തകരണമേ, തിന്മയുടെ ആധിപത്യം തകരണമേ, തിന്മയുടെ ആധിപത്യം തകരണമേ. ദൈവശക്തി പ്രവർത്തിക്കണമേ. ജീസസ് നമ്മൾ നിയോഗത്തിൽ പ്രാർത്ഥിക്കുവാണ്. രാവിലെ മുതൽ പ്രാർത്ഥനയിലായിരുന്നവരാണ് നമ്മൾ. പ്രതികൂല കാലാവസ്ഥയായിരുന്നേലും ആരാധിക്കാനും പ്രാർത്ഥിക്കാനും അതൊന്നും നമുക്ക് പ്രതികൂലമായിരുന്നില്ല. വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, സമീപത്ത് നിന്നുള്ളവരുണ്ട്, അയൽവാസികളുണ്ട്, നാട്ടുകാരുണ്ട്. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്, ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾക്കിന്ന് വരാതിരിക്കാമായിരുന്നു. അങ്ങനെ 100 കാരണം ഉണ്ടായിരുന്നു. അതൊന്നും ഗൗനിക്കാതെ നിങ്ങളിവിടെ വരുമ്പോൾ അത് നിങ്ങളുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടി കൊടുക്കുന്ന വിലയാണത്. തണുപ്പാണ്, മഴയാണ്, മഞ്ഞാണ്, നനയില്ലേ, കുട വേണ്ടേ എന്നൊക്കെ ചിന്തിച്ചാൽ വീട്ടിലിരിക്കുമല്ലോ ചെയ്തേ. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആദ്യത്തെ സ്റ്റെപ്പ് പോലും ദൈവം കാണുന്നുണ്ട്. കർത്താവേ, അങ്ങയുടെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച ഓരോരുത്തരെ ഓർക്കുന്നുണ്ട്. ചിലരെ കാണുമ്പോൾ ശുശ്രൂഷകരാണേലും ചിലരെ കാണുമ്പോൾ ദീർഘദൂരം യാത്ര ചെയ്തു വന്ന ശുശ്രൂഷകരുണ്ട്. ഈ ശുശ്രൂഷകരൊക്കെ ഇന്നലകളിലും ഇന്നുമായി ഇവിടെ എത്തുമ്പോൾ ഈ ആലയത്തെ നിങ്ങൾ വീട് പോലെ കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയും അധ്വാനവും ഒന്നുകൊണ്ടാണ് ഈ ശുശ്രൂഷയെ മനോഹരമാക്കി മാറ്റുന്നത്. ബാഡ്ജിട്ട ഓരോ ശുശ്രൂഷകരും ഈ ആലയത്തിലെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഞങ്ങൾ നിങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. അടുക്കള മുതൽ അൾത്താര വരെ എല്ലാ കുടുംബങ്ങൾ അവരുടെ ആരോഗ്യം, തണുപ്പും മഞ്ഞും അടിച്ച് ഈ ചുരം കയറി മല കയറിയൊക്കെ വരുമ്പോൾ, ഈ ആലയത്തിൽ വന്ന് സമയം വണ്ടിക്കൂലി മുടക്കി ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം ഇരട്ടിയായി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തിക്കട്ടെ. ഒരു ദൈവഭക്തന്റെ മുമ്പിൽ അനുഗ്രഹത്തിൻ്റെ ആ പാത്രത്തിൻ്റെ മൂടി ദൈവം മാറ്റും. അനുഗ്രഹത്തിൻ്റെ പാത്രത്തിൻ്റെ മൂടി മാറ്റി അത് വിളമ്പാൻ തുടങ്ങും. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹത്തെ കൈമാറുന്ന സമയമായത്. വിവിധ ദേശങ്ങളിൽ നിന്ന് വാഹനത്തിൽ വന്നവരുണ്ട്. ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ സ്വന്തം ഇഷ്ടപ്രകാരം നിയോഗത്തോടെ ബസ്സിനും കാറിനും ഒക്കെയായി വന്നവരുണ്ട്, കൊണ്ടുവന്നവരുണ്ട്. നിങ്ങളെടുത്ത കഷ്ടപ്പാട് ആരും കണ്ടില്ലേലും അത് കാണുന്നൊരു ദൈവമുണ്ട്. വേറൊന്നിനും വേണ്ടിയല്ലോ. ഒരു സിനിമ കാണാൻ വേണ്ടി 10 പേരെ കൊണ്ടുപോയതല്ല, ടൂറിന് വേണ്ടി ഇന്ന സ്ഥലത്തേക്ക് വെള്ളച്ചാട്ടം കാണാൻ കൊണ്ടുപോയതല്ല. ദൈവത്തെ ആരാധിക്കാനും വചനം കേൾക്കാനും 10 പേരെയാ കൊണ്ടുവന്നേ. അത് സ്വർഗത്തിൽ എണ്ണുന്ന ഒരു കാര്യമാണ്. നിന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ പോലും പ്രതിഫലമുണ്ടെന്ന്. എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എല്ലാ നിയോഗങ്ങൾ കണ്ണുകളെ അടച്ച് ആ വിഷയത്തിനകത്ത് ദൈവം ഇടപെടുന്നത് കാണണം. എൻ്റെ ഇടത്തു നിൽക്കുന്ന ആളുടെ വലത്ത് നിൽക്കുന്ന ആളുടെ ആവശ്യം എന്നാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ദൈവത്തിനതറിയാം. എൻ്റെ മുമ്പിലും പുറകിലും നിൽക്കുന്നവർ എന്നേക്കാൾ പ്രയാസത്തിലായിരിക്കും. ഏറ്റവും ഒരു വിഷമമുള്ള വാക്കാണ്, ഇംഗ്ലീഷിലൊരു വാക്കാണ് പെയിൻ, PAIN, പെയിൻ, വേദന. ഓരോ മനുഷ്യ ഹൃദയത്തിൻ്റെയും വേദന പലതാണ്. എൻ്റെ വേദന ആരും മനസ്സിലാക്കാൻ, ഒരിക്കൽ കൂടി പറയാം, എൻ്റെ വേദന കേൾക്കാൻ ഒരാൾ പോലും ഇല്ലാതായാൽ ചിലപ്പോൾ ജീവിതം തന്നെ തകർന്നു പോകും.
ചിലരൊക്കെ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം എന്നറിയാമോ? അവരുടെ വേദന കേൾക്കാൻ ഒരാൾ പോലും ഇല്ലാതായിപ്പോയി. അവരെ മരിച്ച് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവരെ അടക്കാൻ കൊണ്ട് ചെല്ലുമ്പോൾ അവരുടെ പ്രിയപ്പെട്ടവർ പറയുക, നിനക്ക് എന്നോടൊന്നും പറയത്തില്ലായിരുന്നോ കുഞ്ഞെ? അല്ല, സമയം കഴിഞ്ഞു പോയി. എൻ്റെ വേദന ഒരാളോടെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ എൻ്റെ ജീവിതം തകർന്നു പോകത്തില്ല. നിങ്ങളുടെ എല്ലാ വേദനകളെയും വേദനയ്ക്ക് കാരണമായ വിഷയങ്ങളെ ഒന്ന് ഓർത്തേ. എൻ്റെ കുടുംബത്തെ ഓർത്താ കർത്താവെ ഞാൻ വേദനിക്കുന്നത്. എൻ്റെ ജീവിത പങ്കാളിയെ ഓർത്താ ഞാൻ വേദനിക്കുന്നത്. എൻ്റെ മകനെ മകളെ ഓർത്താ ഞാൻ വേദനിക്കുന്നത്. എൻ്റെ ആരോഗ്യത്തെ ഓർത്താ ഞാൻ വേദനിക്കുന്നത്. എൻ്റെ മുന്നോട്ടുള്ള കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വേദന വരുന്നത്. വേദന തോന്നുന്ന ഓരോ കാര്യത്തെയും മനസ്സിലോർത്തേ. എന്നിട്ട് ദൈവത്തിൻ്റെ കരം അതിന്മേൽ തൊടുന്നത് വിശ്വാസത്തിൽ കണ്ടേ. ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിക്കുന്നത് കണ്ടേ. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ അവിടെ നടക്കുന്നത് കണ്ടേ. ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒന്നും ശരിയാകാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് തലതിരിഞ്ഞ വാക്കുകൾ, ചിന്തകൾ പറഞ്ഞുകൊണ്ടിരിക്കരുത്. പ്രാർത്ഥിച്ച വിഷയത്തിനകത്ത് ദൈവം ഇടപെടുന്നത് കാണുക, ദൈവം പ്രവർത്തിക്കുന്നത് കാണുക. ദൈവം ഏത് ചീഞ്ഞ അവസ്ഥയിൽ നിന്നും നിന്നെ അനുഗ്രഹിച്ച് ഉയർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിന്നെ വിവിധ ദേശങ്ങളിൽ നിന്ന് വിളിച്ച് ഈ കസേര കൂടെ ഇരുത്തി ഈ വചനം നിന്നെ കേൾപ്പിച്ചത്. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുള്ളത് കൊണ്ടാണ്, പദ്ധതിയുള്ളത് കൊണ്ടാണ്. ഒന്നും യാദൃശ്ചികമല്ല. ഇന്ന് വായിച്ചു കേട്ട ആ വചനം ഒന്ന് ഓർത്ത് പ്രാർത്ഥിച്ചേ. ഏലിയ പ്രവാചകനെ ദൈവം കെറീത്ത് അരുവിക്കരികെ കൊണ്ട് നിർത്തി. ദൈവപരിപാലനയുടെ കെറീത്ത് അനുഭവം ആർക്കും ചിന്തിച്ചാൽ എത്തും പിടിയും കിട്ടാത്ത വിധത്തിൽ ദൈവം എന്നെയും നിങ്ങളെയും കരുതുന്നുണ്ട്. എന്നിട്ട് ആ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ തിരഞ്ഞെടുത്ത പക്ഷിയോ മനുഷ്യൻ ആട്ടി ഓടിക്കുന്ന, എറിഞ്ഞോടിക്കുന്ന, വേസ്റ്റ് തിന്നുന്ന, ചീഞ്ഞ തിന്നുന്ന കാക്കയാണ് തിരഞ്ഞെടുത്തത്. ചില ആളുകളെ നമ്മളും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇയാളുടെ ഫാദർ മദ്യപാനിയല്ലേ, ഇയാളുടെ സഹോദരൻ അങ്ങനെയല്ലേ, ഇയാളുടെ വീടൊക്കെ എങ്ങനെയല്ലേ, ഇത്രയും സ്വന്തം വീട് പോലും നന്നാക്കാൻ കഴിവില്ലാത്താനാണോ നാട്ടുകാരെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? അതേന്നേ, അതൊരു നിയോഗമാണ്. ആ പക്ഷി എല്ലാം തികഞ്ഞ പക്ഷിയാണോ? വലിയ പുള്ളികളില്ലായിരുന്നോ നാട്ടിൽ? ഏലിയ പ്രവാചകന് ഭക്ഷണം കൊടുക്കാൻ ദൈവം തെരഞ്ഞെടുത്തത് പ്രാർത്ഥനാ ഗ്രൂപ്പിലെ ഒരാളെ അല്ല, ഒരു റവറൻ ഫാദറിനെയോ റവറൻ സിസ്റ്ററിനെയോ അല്ല, ഒരു പാവം പിടിച്ച പക്ഷീനെയാണ്. നമ്മൾ ചിന്തിക്കും നമ്മളെ ദൈവം തിരഞ്ഞെടുക്കുന്നതെന്ന്. അഴുക്കുള്ള എന്നെ ആയിരിക്കും വലിയ കാര്യങ്ങൾക്ക് ദൈവം പ്രയോജനപ്പെടുത്തുക. എൻ്റെ കയ്യിലായിരിക്കും നിൻ്റെ കയ്യിൽ നിനക്ക് വേണ്ട ഒരു അനുഗ്രഹം ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, ശുശ്രൂഷകരുടെ കരങ്ങളിലായിരിക്കും നിന്റെ അനുഗ്രഹം ഇരിക്കുന്നത്. ഒരു കാക്കയുടെ ചുണ്ടിലാണ് ഏലിയായ്ക്ക് വേണ്ട നന്മയെ ദൈവം കൊടുത്തേൽപ്പിച്ചത്. എന്തു ധൈര്യത്തിൽ, എന്തു ധൈര്യത്തിൽ, എന്തു ധൈര്യത്തിൽ! നമ്മൾ കൊടുക്കുവോ? നമ്മൾ കൊടുക്കില്ലല്ലോ. എന്നോട് ചോദിച്ചിട്ടുണ്ട്, അയാൾ ആരാ പ്രാർത്ഥിക്കാൻ? അയാൾക്ക് എന്നാ യോഗ്യതയാ പ്രാർത്ഥിക്കാനുള്ളത്? ഒരു യോഗ്യതയില്ല. അതാണ് നിങ്ങൾ അറിയേണ്ട ഒരു സത്യം. ഒരു യോഗ്യതയും ഇല്ലാത്തവനെയാ ദൈവം യോഗ്യനാക്കുന്നത്. എല്ലാം തികഞ്ഞ ഒരു വലിയ പുള്ളീനെയും ദൈവം പ്രയോജനപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾ വായിച്ചു നോക്ക്. നമ്മൾ പറയില്ലേ, അയാൾക്കൊക്കെ എന്നാ യോഗ്യതയാ പ്രാർത്ഥിക്കാൻ? അയാളുടെ ചരിത്രമൊന്നും എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. എല്ലാവരും കുറവുള്ളവരും കുഴപ്പമുള്ളവരുമാന്നേ. നമ്മളെപ്പോലെയുള്ളവരെ ദൈവം അത്ഭുതങ്ങളെ വിതരണം ചെയ്യാൻ, അനുഗ്രഹങ്ങളെ വിതരണം ചെയ്യാൻ എന്നെയും നിങ്ങളെ ദൈവം അത്ഭുതകരമായി പ്രയോജനപ്പെടുത്തും. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തേ, കാക്കയുടെ ചുണ്ടിൽ അപ്പവും ഇറച്ചിയും വെച്ച് ആ പക്ഷി ലക്ഷ്യം തെറ്റാതെ, ഉന്നം തെറ്റാതെ കറക്റ്റ് അത് എത്തേണ്ടടുത്ത് എത്തിച്ചില്ലേ? ഇതുപോലെ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, എനിക്കുള്ള അനുഗ്രഹത്തെ എൻ്റെ അടുത്ത് നിന്ന് എത്തിക്കണമേ. എനിക്കുള്ള അനുഗ്രഹത്തെ എൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിക്കണമേ. എനിക്കുള്ള അനുഗ്രഹത്തെ വഴിതെറ്റിപ്പോകാതെ എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കണമേ. ഒരു നന്മയും എനിക്ക് നഷ്ടപ്പെടാൻ ഇടയാകരുത്. എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് ഒരുക്കിയതിനെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമേ. എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമേ. എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമേ. കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? കാക്ക എന്ന വേസ്റ്റ് തിന്നുന്ന, ചത്തതിനെ തിന്നുന്ന, ചീഞ്ഞ തിന്നുന്ന, കൊത്തി വലിക്കുന്ന പക്ഷിയുടെ വായിൽ ശുദ്ധമായ അപ്പവും ഇറച്ചിയും കൊടുത്തു. ദൈവത്തിൻ്റെ ഒരു അത്ഭുതമാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരെയും വില കുറച്ച് കാണുന്നില്ല. നമ്മളെല്ലാവരും പാപികളാണ്, കുറവുള്ളവരും കുഴപ്പമുള്ളവരുമാണ്.
ചീഞ്ഞവരും അഴുക്കുള്ളവരുമാണ്. അഴുക്കുള്ളൊരു മനസ്സുണ്ട്, അഴുക്കുള്ള വിചാരമുണ്ട്, അഴുക്കുള്ളൊരു ശരീരമുണ്ട്, അഴുക്കുള്ള ചിന്തകളുണ്ട്. എന്നാൽ പോലും നമ്മുടെ കയ്യിലാ ദൈവം ചിലതിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് മഹത്തായ ഒരു കാര്യമല്ലേ? ഒരു മഹത്തായ കാര്യമല്ലേ? എത്രയോ പേരുടെ ആട്ടും തുപ്പും അവഗണനയും കൊണ്ടിട്ടും ദൈവം നമ്മളെ വലിയ കാര്യത്തിന് പ്രയോജനപ്പെടുത്തിയില്ലേ? ആ കരങ്ങളെ ഉയർത്തി ഒന്ന് ശബ്ദം ഉയർത്തി വിശ്വാസത്തോടെ പറഞ്ഞ്, എനിക്കുള്ള അനുഗ്രഹങ്ങളെ ഇന്ന് എൻ്റെ കയ്യിൽ എത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കുള്ള സൗഖ്യത്തെ ദൈവം ഇന്ന് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ തലമുറയിലേക്കുള്ള അനുഗ്രഹത്തെ ദൈവം ഇന്ന് എൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. ശബ്ദമുയർത്തി, ശബ്ദമുയർത്തി. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളെ കൂപ്പിപ്പിടിച്ച് എല്ലാ ഇന്ന് നിയോഗം സമർപ്പിച്ച 347 പേരെ ദൈവകരങ്ങളിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കും. ഒന്ന് കണ്ണുകളെ അടയ്ക്കാമോ? നിയോഗം സമർപ്പിച്ച 347 പേരെ, ഇന്നലെ സമർപ്പിച്ച 198 പേരെ, കഴിഞ്ഞ ആഴ്ചകളിൽ സമർപ്പിച്ചവർ, കർത്താവെ, നിയോഗ പ്രാർത്ഥനയുടെ ആ കൗണ്ടറിന് മുമ്പിൽ മണിക്കൂറുകൾ ക്യൂ നിന്നവരായി ഓരോ വ്യക്തികളും. ഇതിലെഴുതിയിരിക്കുന്നവർ ഒരുപാട് വേദനയുള്ളത് കൊണ്ടാണല്ലോ അവരവിടെ നിന്നത്. നമ്മൾ കാണുന്ന 4 കണ്ണുകൾ മാത്രമല്ല, നമ്മൾ കാണുന്ന നമ്മൾ കാണാത്ത എന്നാൽ നമ്മളെ കാണുന്ന ഒരു കണ്ണുകൾ നമ്മളെ കാണുന്നുണ്ട്. അവിടേക്ക് ആ കൽക്കുരിശിൻ്റെ മുമ്പിൽ ക്യൂ നിന്ന്, ബ്രദറെ, എൻ്റെ പേരിത്, എൻ്റെ നിയോഗം, എൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരവാ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കണമെന്നൊക്കെ പറഞ്ഞ് എഴുതിപ്പിച്ചവരില്ലേ? ഓരോ നിയോഗം അതിന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് കണ്ടേ. ഞാൻ കൊടുത്തതൊരു ബുക്കയിലല്ല എഴുതി വച്ചിരി, ദൈവത്തിൻ്റെ കൈവെള്ളയിൽ എഴുതി വച്ചിരിക്കുന്നതാണ്. ദൈവത്തിൻ്റെ കൈ, ഞാനത് മറന്നാലും ദൈവം അത് മറക്കത്തില്ല. നിന്റെ പ്രാർത്ഥനയെ ദൈവം ഓർക്കുന്നൊരു ദിവസം വരും. നിന്റെ പ്രാർത്ഥന, അങ്ങനെ ബൈബിളിൽ ഒരു വാക്കുണ്ട്, 1 സാമുവേലിന്റെ പുസ്തകത്തിൽ, ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ ദൈവം അനുസ്മരിച്ചു എന്ന്. ഞാൻ എടുത്ത കഷ്ടപ്പാട്, ഞാൻ നടത്തിയ യാത്ര, ഞാൻ ഇരുന്ന ഇരിപ്പ്, ഞാൻ വചനം കേൾക്കാൻ വേണ്ടി ഇത്രയും സമയം മാറ്റിവെച്ചത് ദൈവം അനുസ്മരിക്കുവത്, ദൈവം ഓർക്കുമെന്ന്. ദൈവം അതോർത്തന്നെ അനുഗ്രഹിക്കും. എല്ലാ നിയോഗങ്ങളെ ഓർക്കുമ്പോൾ പേര് സമർപ്പിച്ച 347 പേരെയും അവരുടെ കുടുംബത്തെയും തിരുരക്തത്താൽ വിശുദ്ധീകരിച്ച് വചനത്താൽ നിറച്ച് ആത്മാവിനാൽ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാണ്. പ്രിയപ്പെട്ട ശുശ്രൂഷകരെ, ഒരു നിമിഷം മുന്നോട്ട് വന്ന് ഈ നിയോഗം സമർപ്പിച്ചവരുടെ നേരെ നമുക്കൊരു കുടുംബമായൊന്ന് കൈ നീട്ടിപ്പിടിക്കാം. എപ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ നിയോഗങ്ങളൊന്ന് പറയട്ടെ. കരങ്ങൾ നീട്ടിപ്പിടിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ ശുശ്രൂഷകർ യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ എന്ന് പറയണം. ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും അത് പറയാം. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറയാം. കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ലഹരിയിൽ നിന്ന് വിമോചനം കിട്ടുവാൻ, സ്ഥലം വിൽക്കാൻ, കടം വീട്ടുവാൻ നിയോഗം സമർപ്പിച്ചവരെ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അവിടെ ഒരു വിടുതൽ സംഭവിക്കട്ടെ. ജപ്തിയിൽ നിന്ന് മോചനം കിട്ടുവാൻ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമുണ്ടാകട്ടെ. വിവാഹപ്രായമായി വിവാഹം നടക്കുന്നതിനായി യേശുവിൻ്റെ നാമത്തിൽ പറഞ്ഞ് ശുശ്രൂഷകര് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അത് നടക്കട്ടെ. വിദേശത്തൊരു ജോലി ലഭിക്കുവാൻ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. വിദേശത്തൊരു ജോലി ലഭിക്കുവാൻ, ക്യാൻസർ രോഗം സൗഖ്യമാകുവാൻ, ശരീരത്തിലുള്ള ട്യൂമർ സൗഖ്യമാകുവാൻ, വേദനകൾ സൗഖ്യമാകുവാൻ, ഓപ്പറേഷൻ കൂടാതെ ആ രോഗം സൗഖ്യമാകുവാൻ, ശരീരത്തിന്റെ മുഴകളുടെ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കണമേ. ഇനി പ്രാർത്ഥിക്കുന്ന ചില കള്ള കേസുകളിൽ നിന്ന്, കേസ് ഇടപാടുകളിൽ നിന്ന്, ചതികളിൽ നിന്നും വിടുതൽ കിട്ടുവാൻ യേശുവിൻ്റെ നാമത്തിൽ ഒരു വിടുതൽ കിട്ടുവാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാവരും പറയണം, യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ എന്ന്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുവാണ്. കൊടുത്ത പണവും സ്വർണവും തിരിച്ചു കിട്ടുവാൻ, PR-ഉം വിസയും കിട്ടുവാൻ, ജർമ്മൻ ഭാഷയുടെ വിജയത്തിന് വേണ്ടി, OET IELTS എക്സാം വിവിധ ഇന്റർവ്യൂകൾ വിജയം ലഭിക്കുവാൻ, സന്താന സൗഭാഗ്യമുണ്ടാകുവാൻ, SSLC +1 +2 വിജയത്തിന്
വിജയത്തിനായി, നീറ്റ് എക്സാം PSC എക്സാമിന്റെ വിജയത്തിനായി, മക്കൾക്ക് നല്ലൊരു ജോലി ലഭിക്കുവാൻ, മക്കളുടെ പഠന വിജയത്തിനായി, കുടുംബ സമാധാനമുണ്ടാകുവാൻ, തമ്മിൽ അകന്നിരിക്കുന്ന കുടുംബങ്ങൾ ഒന്നായി വരുവാൻ, സ്വന്തമായൊരു ഭവനത്തെ ലഭിക്കുവാൻ, ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളുടെ മേൽ സൗഖ്യമുണ്ടാകുവാൻ, തെറ്റായ ബന്ധങ്ങൾ മാറിപ്പോകുവാൻ, മക്കളുടെ വലിയ മാനസാന്തരങ്ങൾ സംഭവിക്കുവാൻ എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കരങ്ങളെ ഉയർത്തി ശുശ്രൂഷകരും ഒന്ന് അവരുടെ നേരെ കരം നീട്ടിപ്പിടിച്ച് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുമോ ഉണ്ടല്ലോ, ഇവിടെ ഇരിക്കുന്ന ഓരോ നിയോഗം സമർപ്പിച്ച് ഒരാൾക്ക് വേണ്ടി 100 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു വിഷയത്തിന് വേണ്ടി 1000 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. അത് ഉള്ളിൽ നിന്ന് യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ ഈ സമയത്ത് പറഞ്ഞ് എഴുതി വെച്ച നിയോഗങ്ങൾ ഓരോന്നായി എനിക്ക് സാധിച്ചു കിട്ടണമേ, എഴുതി വെച്ച നിയോഗങ്ങൾ ഓരോന്നായി സാധിച്ചു കിട്ടണമേ, എഴുതി വെച്ച് പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഓരോന്നായി സാധിച്ചു കിട്ടണമേ, എഴുതി വെച്ച വിഷയങ്ങൾ ഓരോന്നായി സാധിച്ചു കിട്ടണമേ, എഴുതി വെച്ച വിഷയങ്ങൾ ഓരോന്നായി സാധിച്ചു കിട്ടണമേ. ഓരോക്കെ പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ, പറഞ്ഞേ യേശുവിന്റെ നാമത്തിൽ, in Jesus name, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സാധിച്ചു കിട്ടണമേ, എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ സാധിച്ചു കിട്ടണമേ, സാധിച്ചു കിട്ടണമേ, സാധിച്ചു കിട്ടണമേ. ഹല്ലേലൂയ. കരമടിച്ച് എല്ലാവരും ചേർന്ന് പാടിക്കേ. യേശുവിൻ നാമം വിടുതല, യേശുവിൻ നാമ രക്ഷയാ, യേശുവിൻ നാമ ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. യേശുവിൻ നാമം വിടുതല, യേശുവിൻ നാമ രക്ഷയാ, യേശുവിൻ നാമ ശക്തിയാ, യേശു എന്നെ വീണ്ടെടുത്തു. അതുകൊണ്ട് ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനെ. നമ്മൾ വിശുദ്ധ ജലം തളിച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കരങ്ങളിൽ നിയോഗത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ കുഞ്ഞു കൊന്തയുണ്ടെങ്കിൽ ഒന്ന് കയ്യിലെടുക്കുക. ഇതിൻ്റെ ഈ മുത്തിൻ്റെ സ്ഥാനത്ത് ഇന്ന് കേട്ട വചനങ്ങളെ ഒന്ന് ഓർക്കാം. ഒരിക്കൽ കൂടി പറയാം, അനുഗ്രഹത്തെ വിളമ്പിക്കൊടുക്കേണ്ട കരമാണ് നമ്മുടേത്. എന്ത് വിളമ്പുന്നതാ? അനുഗ്രഹത്തെ, സുവിശേഷത്തെ വിളമ്പുന്ന വിളമ്പുകാരാ നമ്മൾ. കല്യാണത്തിനോ മാമോസിസയ്ക്കോ ആഘോഷത്തിനൊക്കെ കാറ്ററിംഗുകാർ വന്ന് യൂണിഫോം ഇട്ട കുറേ പേരിങ്ങനെ വരിയായി നിന്ന് ബിരിയാണി വിളമ്പുന്നു, ചോറ് വിളമ്പുന്നു കണ്ടിട്ടില്ലേ? വിളമ്പാൻ യൂണിഫോം ഇട്ടവരാ നമ്മളും അങ്ങനെയാ. ദൈവത്തിൻ്റെ ചില നന്മകളെ ആ മൂടി മാറ്റി വിളമ്പി കൊടുക്കുന്നവരാ. കണ്ണുകളെ അടച്ച് ഇന്ന് ഏതെല്ലാം നിയോഗമാണോ കർത്താവേ ഞങ്ങൾക്ക് ലഭിച്ചത്, ഞങ്ങളോട് പ്രാർത്ഥന ചോദിച്ചത്, ആരുടെയൊക്കെ ശിരസിലാ കർത്താവേ ഞങ്ങൾ കരങ്ങൾ വെച്ചത്, ആർക്കൊക്കെ വേണ്ടിയാ ഞങ്ങൾ കൗൺസിലിംഗ് നടത്തിയത്, ആരൊക്കെയാ കൽക്കുരിശിൽ എണ്ണയൊഴിച്ചത്, നിയോഗ കൊന്ത മേടിച്ചത്, തിരി മേടിച്ചത്, തിരി കത്തിച്ച് പ്രാർത്ഥിച്ചത്, നൊവേന ചൊല്ലിയത്, സകലരെയും ഞങ്ങൾ ഒരുമിച്ച് നിർത്തുകയാണ്. സാധ്യമെങ്കിൽ കരങ്ങളെ അടുത്തു നിൽക്കുന്ന ആളുടെ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് ഉയർത്തിപ്പിടിച്ച് 4 പ്രാവശ്യം നിയോഗ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഇപ്പോൾ വിശുദ്ധ ജലം തളിച്ച് നെഞ്ചരി ഈ ഭക്ഷണത്തെയും വെള്ളത്തെയും എണ്ണയെയും എല്ലാം ആശീർവദിച്ച് പ്രാർത്ഥിക്കുവാണ്. ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച്, നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായി എടുത്തു മാറ്റി എനിക്ക് സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഓരോന്നോരോന്നായി എൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, ഈ ആലയത്തിൽ ഇവിടെ വന്ന് സമർപ്പിച്ച സകല നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ,
എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും സകല പ്രതിസന്ധികളെയും സകല ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ. നസ്രായനായ എൻ്റെ യേശുവേ, എൻ്റെ എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവിന്റെ നാമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടാമോ? പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ ഉത്തരം നൽകണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. വേദനയെല്ലാം നീക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ നിമിഷം ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുവാണ്. ഒരു വാക്ക് ശ്രദ്ധിക്കാമോ? അടുത്ത വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. 3-ാം വെള്ളിയാഴ്ച 7 ആശീർവാദത്തോടെയുള്ള ദിവികാരനെ പ്രദക്ഷിണമുള്ള ദിവസമാണ്. ഓരോ ദിവസവും അനുഗ്രഹമാക്കി മാറ്റുന്ന ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകിച്ച് എല്ലാവരും പ്രാർത്ഥിക്കണം. എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന്. തിരിച്ചു നിങ്ങൾ യാത്ര ചെയ്യുന്നത് പല ദേശത്തേക്കാണ്. അടുത്തായിരിക്കാം, അകലെയായിരിക്കാം, ബസ്സിലായിരിക്കാം, കാറിലായിരിക്കാം, ട്രെയിനിലായിരിക്കാം. നിങ്ങളുടെ യാത്രകളും ആ വാഹനവും ദൈവത്തിൻ്റെ സംരക്ഷണയിൽ ഏൽപ്പിക്കുവാണ്. വീട്ടിൽ നിന്ന് പലരും പറഞ്ഞത് ആ മഴയും പിടിച്ച് പോകണ്ടെന്ന്, എന്നിട്ടും വന്നവരുണ്ട്. അതൊരു ആഗ്രഹമാണ്. ഒന്ന് പോകണം, പ്രാർത്ഥിക്കണം. ഇനി സമയം കിട്ടിയെന്ന് വരത്തില്ല, തിരക്കാവും, പോകണം, ആഗ്രഹിച്ച് വന്നവരാ. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ്. ഒരാൾ പറഞ്ഞ ഒരു കാര്യം നിങ്ങളോട് ശ്രദ്ധയിൽ കൊണ്ടുവരട്ടെ. ഒരാളോടൊരു മെസ്സേജ് പറയുമ്പോൾ, ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾ മനസ്സിൽ കാണണം ആ വിഷയത്തിന് വേണ്ടിയാണ് ആ അനുഗ്രഹം കിട്ടുന്നത്. ഇപ്പോൾ ഒരാൾ പഠിക്കാനാണ്, ജോലി കിട്ടാനാണ്, ആ മനസ്സിൽ കാണുമ്പോൾ ആ വിഷയത്തിന് വേണ്ടിയാണ് ആ അനുഗ്രഹം കിട്ടുന്നത്. പൈസ പോലെയല്ല അനുഗ്രഹം. പണം അത് വേഗത്തിൽ ചെലവായി പോകും. ലഭിച്ച അനുഗ്രഹം അങ്ങനെ ചെലവായി പോകുന്നൊന്നല്ല, അത് നിന്നെ രക്ഷിക്കുന്നതാണ്. അതാണ് 1,00,000 1 കോടി രൂപയേക്കാൾ വിലയാണ് ഒരാളുടെ നാവിൽ നിന്ന് വരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക്. ചില ആൾക്കാരിങ്ങനെ വാടി വരുന്ന ആളോട് നീ അനുഗ്രഹമാകുമെന്ന് പറഞ്ഞാൽ സൂര്യോദയം പോലെ മുഖം മാറും. ഒറ്റ വാക്ക് കൊണ്ട് ഒരാൾ രക്ഷപ്പെടും. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ശാപമല്ല, അനുഗ്രഹമാണ്. ആരുടെയൊക്കെ ശിരസിൽ കരങ്ങൾ വയ്ക്കുന്നോ ഇങ്ങനെ തൊട്ട് പോവല്ല. കരങ്ങൾ വെച്ച് ഞങ്ങൾ മനസ്സിൽ പറയും, യേശുവിൻ്റെ നാമത്തിൽ ഈ വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പറയുന്നത് ചുമ്മാ ഒരു ശബ്ദമല്ല, അത് ഉള്ളിൽ തട്ടിയാണ്. കണ്ണുകളെ അടച്ചേ, ഞാനും എൻ്റെ കുടുംബവും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഞാനും എൻ്റെ കുടുംബവും ഒരു സാക്ഷ്യം പറയാൻ ഇവിടെ വരും. നിങ്ങൾ മനസ്സിൽ കണ്ട ഈ ഉയർന്ന പ്രതലത്തിൽ നിങ്ങൾ നിൽക്കുന്നതും മൈക്ക് പിടിച്ചൊരു സാക്ഷ്യം പറയുന്നതും, നിങ്ങൾ ഇന്ന് വന്നത് വേറൊരാൾക്ക് വേണ്ടിയായിരിക്കും, സാരമില്ല. അവരിവിടെ വരും, ഒരു സാക്ഷ്യത്തെ പറയും. ഞാനും എൻ്റെ കുടുംബവും
ഒരുമയോടെ വന്ന് ഒരു സാക്ഷ്യം പറയും. ഇന്നാൾ വരെ സുമന്തവരെ എബിനേസരേ എബിനേസരേ എന്നിനവൈ ഇരുപ്പവരെ നന്ദി നന്ദി നന്ദി. സൗഖ്യമുണ്ടാകട്ടെ ഇപ്പോൾ, അത്ഭുതങ്ങൾ നടക്കട്ടെ ഇപ്പോൾ, വിടുതലുകൾ സംഭവിക്കട്ടെ ഇപ്പോൾ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ മാതാപിതാക്കളെയും, ഓരോ യുവതി യുവാക്കളെയും, ഓരോ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങളെ ഉയർത്തി, ശബ്ദമുയർത്തി സ്തുതിക്കുന്നു. ജീസസ് ഇന്നാൾ വരെ സുമന്തവരെ എബിനേസരേ എബിനേസരേ എന്നിനവൈ ഇരുപ്പവരെ നന്ദി നന്ദി നന്ദി. இதயத்தின் சுமந்தீரே நன்றி 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 நன்றி.